ആകാശരോഹണം നടത്തിയ സംഭവമാണ് മിഅ്റാജിന്റെ സന്ദേശം. ഒരുപാട് സംഭവങ്ങളാണ് അള്ളാന്റെ റസൂല് കണ്ടത്. ഒരുപാട് സംഭവങ്ങളാണ് അള്ളാന്റെ റസൂല് കണ്ടത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കണ്ട ഓരോ സന്ദർഭങ്ങളിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചുകൊണ്ട് അതിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയുണ്ടായി. മദീന പള്ളിയുടെ മിമ്പറിൽ വന്ന് ലോകത്തോടറിയിക്കുകയുണ്ടായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മിഅ്റാജിലേക്ക് പോയപ്പോ ഓരോ സംഭവങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട നബി തങ്ങള് യാത്ര തുടങ്ങിയത് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്നാണ്. ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെയും കൊണ്ടുപോയത് മസ്ജിദുൽ അഖ്സയിലേക്കാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി അവിടെ കുറെ വിശ്രമം നൽകുകയുണ്ടായി. മസ്ജിദുൽ അഖ്സയിൽ നിന്നാണ് രാത്രിയുള്ള അടുത്ത യാത്ര. ആകാശത്തിന്റെ കവാടം മസ്ജിദുൽ അഖ്സയുടെ മുകളിലാണ്. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് മഹബത്തുൽ അംബിയ, മഖറുൽ അംബിയ, മഹബത്തുൽ മലായിക, മാലാകമാരിറങ്ങുന്ന സ്ഥലമാണ്. ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ ബഹുമാനപ്പെട്ട മസ്ജിദുൽ അഖ്സയിലാണ് ഇറങ്ങുക. അള്ളാഹുവിന്റെ മാലാകമാരുടെ അഭയസ്ഥാനം അതാണ്. എത്രയെത്ര പ്രവാചകന്മാരുടെ വാസസ്ഥലമാണ്, എത്രയെത്ര പ്രവാചകന്മാരുടെ മഖാബിറുകളാണ് ആ പരിശുദ്ധമായ ഫലസ്തീനിന്റെ മണ്ണിൽ, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിൽ. അവിടെ നിന്ന് മുകളിലോട്ടാണ് ആകാശത്തിന്റെ വാതിലൊന്ന്. അതുകൊണ്ടാണ് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങളെ ആകാശത്തേക്ക് കൊണ്ടുപോയതെന്ന് മുഫസ്സിരീങ്ങൾ പറയുമ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പരിശുദ്ധമായ മക്ക മുകറമയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഒരു വയസ്സ് വിളിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെയും വഹിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് നീങ്ങുമ്പോ ഒരു വൃദ്ധയായ കിഴവി വിളിക്കണം, നബിയെ ഇങ്ങോട്ടൊന്ന് നോക്കണം, ഇങ്ങോട്ടൊന്ന് നോക്കണം. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നോക്കരുത് ഹബീബേ, നോക്കരുത് ഹബീബേ. വലതു ഭാഗത്ത് നിന്ന് വയസ്സ് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നോക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാണ്, നോക്കരുത് നബിയെ, സിറിയ മുഹമ്മദ്, സിറിയ മുഹമ്മദ്. മുന്നോട്ട് ഗമിച്ചാലും മുന്നോട്ട് പോയാലും അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും മുന്നോട്ട് പോകുമ്പോ അതാ ഇടതു ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു കിഴവ് വിളിക്കുകയാണ്, മുഹമ്മദ് ഇങ്ങോട്ടൊന്ന് നോക്കണമേ, ഇങ്ങോട്ടൊന്ന് നോക്കണമേ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നോക്കരുത് ഹബീബേ, നോക്കരുത് ഹബീബേ, സിറിയ മുഹമ്മദ്, സിറിയ മുഹമ്മദ്. അല്ലാഹുവിന്റെ റസൂൽ മുന്നോട്ട് നടക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുകയാണ്, ഹലുമ്മയിലയ്യ, എന്നിലേക്കൊന്ന് നോക്കണേ, അല്പമൊന്ന് ക്ഷമിക്കണേ, ഒന്ന് നിൽക്കണേ മുഹമ്മദ്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഒന്ന് നിൽക്കണേ, നിൽക്കണേ, നിൽക്കണേ എന്ന് ഒരു സുന്ദരിയായ പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നോക്കരുത് ഹബീബേ, നോക്കരുത് ഹബീബേ, സിറിയ മുഹമ്മദ് മുന്നോട്ട് പോകൂ നബിയേ, മുന്നോട്ട് പോകൂ ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വിളിച്ച് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സയിലേക്ക് പോവുകയാണ്. ഒരുപാട് പേര്, ഒരുപാട് പ്രവാചകന്മാർ, ഒരുപാട് മാലാഖമാർ അല്ലാഹുവിന്റെ റസൂലിനെ പ്രവേശിച്ചു നിൽക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ അഖ്സയിലേക്ക് സ്വീകരിക്കുകയാണ്. ആ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിയപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുന്നത് പാല് കൊടുത്തുകൊണ്ട് സ്വീകരിക്കുകയാണ്, മദ്യം കൊടുത്തുകൊണ്ട് സ്വീകരിക്കുകയാണ്, വെള്ളം കൊടുത്തുകൊണ്ട് സ്വീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഈ മൂന്നിലേത് വേണമെങ്കിലും എടുക്കാനുള്ള സ്വാതന്ത്ര്യവും പടച്ച ഹബീബായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകുമ്പോ അല്ലാഹുവിന്റെ റസൂല് വെള്ളം ഉപേക്ഷിക്കുകയാണ്, മദ്യം ഉപേക്ഷിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പാലെടുത്ത് കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷിച്ചുകൊണ്ട് ഹബീബായ തങ്ങളോട് പറയുകയാണ്,
പറയുകയാണ്, നബിയേ നബിയേ അസ്ബതൽ ഖൈറ, നന്മയാണ് അങ്ങ് ചെയ്തത്, നന്മയാണ് അങ്ങ് ചെയ്തത്. അങ്ങ് വെള്ളം കുടിച്ചിരുന്നുവെങ്കിൽ അങ്ങും അവിടുത്തെ സമുദായവും മുങ്ങിച്ചത്തുപോകുമായിരുന്നു, നശിച്ചു പോകുമായിരുന്നു. അങ്ങ് മദ്യം കുടിച്ചിരുന്നുവെങ്കിൽ അങ്ങും അവിടുത്തെ അനുയായികളും വഴികെട്ടു പോകുമായിരുന്നു, വഴികേടിലേക്ക് പോകുമായിരുന്നു. അങ്ങ് സത്യത്തെ തെരഞ്ഞെടുത്തു യാ റസൂലല്ലാഹ്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, ജിബ്രീലേ, പരിശുദ്ധമായ മക്ക മുകറമയിൽ നിന്ന് ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു വരുന്ന വഴിയിൽ 3 സംഭവങ്ങളുണ്ടായല്ലോ ജിബ്രീലേ, എന്തേ അതിന്റെ മറുപടി എന്ന് പറഞ്ഞു തരുമോ? ഒന്ന്, വലതു ഭാഗത്തു നിന്ന് ഒരു വൃദ്ധയായ മാതാവിനെ വിളിച്ചപ്പോ ജിബ്രീലേ അതിന് ഉത്തരം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മുന്നോട്ട് നയിച്ചാലും എന്നെ മുന്നോട്ട് നയിച്ചില്ലയോ, അതിന്റെ കാരണമെന്തെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അത് ജൂതപ്പെണ്ണാണ് നബിയേ, ജൂതപ്പെണ്ണാണ് നബിയേ. ആ പെണ്ണിന്റെ വിളിക്ക് അങ്ങ് ഉത്തരം നൽകിയിരുന്നുവെങ്കിൽ അവിടുത്തെ സമുദായം മുഴുവനും ജൂതന്മാരായി അതപ്പതിച്ചു പോകുമായിരുന്നു നബിയേ, യഹൂദികളായി മാറുമായിരുന്നു നബിയേ, അവർ ജൂതമതത്തിന്റെ അനുയായികളാകുമായിരുന്നു നബിയേ. അതുകൊണ്ടാണ് നോക്കരുതേ നോക്കരുതേ എന്ന് പറഞ്ഞത്. ഇടതുഭാഗത്ത് നിന്നതോ ഇടതുഭാഗത്ത് നിന്ന് ഒരു പെണ്ണ് വിളിച്ചു പറഞ്ഞപ്പോ, ഒരു വൃദ്ധം വിളിച്ചു പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് നോക്കരുതേ, അവൾക്ക് ഉത്തരം നൽകരുതേ എന്ന് പറയാനുള്ള കാരണം എന്ത് എന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ പറയുകയാണ്, അത് നസ്രാണി പെണ്ണാണ് നബിയേ, അത് നസ്രാണി പെണ്ണാണ് നബിയേ. ആ പെണ്ണിന് അങ്ങ് ഉത്തരം നൽകിയിരുന്നുവെങ്കിൽ, ആ കിഴക്ക് അങ്ങ് ഉത്തരം നൽകിയിരുന്നുവെങ്കിൽ അങ്ങും അവിടുത്തെ സമുദായവും നസ്രാണികളായി അതപ്പതിച്ചു പോകുമായിരുന്നു നബിയേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സിറിയാ മുഹമ്മദ്, മുന്നോട്ട് പോകൂ ഹബീബേ, മുന്നോട്ട് പോകൂ ഹബീബേ, ആ വിളിക്ക് ഉത്തരം നൽകരുതേ യാ റസൂലല്ലാഹ്. മൂന്നാമത്തെ ഒരു സംഭവമുണ്ടായല്ലോ ജിബ്രീലേ, ഒരു സുന്ദരിയായ പെണ്ണ്, ആ സുന്ദരിയായ പെണ്ണ് എന്നെ വിളിച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ, എന്തേ ജിബ്രീലേ അതിന് മറുപടി നൽകാൻ നിങ്ങൾ സമ്മതിക്കാത്തതെന്ന് ചോദിച്ചപ്പോ നബിയേ, അത് ദുനിയാവാണ് നബിയേ, അത് ദുനിയാവാണ് നബിയേ, ദുനിയാവിന്റെ പ്രൗഢിയാണ് നബിയേ, ദുനിയാവിന്റെ അലങ്കാരമാണ് നബിയേ, ദുനിയാവിന്റെ ആവേശമാണ് നബിയേ. അങ്ങ് ആ പെണ്ണിന് ഉത്തരം നൽകിയിരുന്നുവെങ്കിൽ ഈ സമുദായം മുഴുവനും ദുനിയാവിന്റെ പിന്നാലെ കുതിച്ചുമായുമായിരുന്നു, ദുനിയാവിന്റെ പിന്നാലെ നെട്ടോട്ടമോടുമായിരുന്നു, ആഖിറത്തെ ഭയപ്പെടുമായിരുന്നില്ല നബിയേ, ദുനിയാവിന്റെ പിന്നാലെ പോകുമായിരുന്നു ഹബീബേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, സിറിയാ മുഹമ്മദ്, സിറിയാ മുഹമ്മദ്, ഈ പെണ്ണിന്റെ വിളിക്ക് ഉത്തരം നൽകരുതേ ഹബീബേ. ഈ 3 സംഭവവും അല്ലാഹുവിന്റെ റസൂൽ മക്ക മുകറമയിൽ നിന്ന് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരുന്ന വഴിയോരങ്ങളിൽ വെച്ച് നടന്ന സംഭവമാണ്. ഈ 3ൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തിയില്ലേ? ഒന്ന് ജൂതൻ, യഹൂദി, ഒന്ന് നസ്രാണി, 3 ദുനിയാവ്. ശരി തന്നെയാണ്. ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്? മരിക്കാറായി കിടക്കുന്ന സമയം. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ ഇബ്ലീസ് യതമസ്സലു ഫീ സൂറത്തി ഉമ്മിഹി വഅബീഹി. മനുഷ്യൻ മരിക്കാറായി കിടക്കുമ്പോ അവന്റെ അരികിലേക്ക് ഇബ്ലീസ് വരുന്ന കോലം, ഒന്ന് ഉപ്പാന്റെ കോലത്തിൽ, ഒന്ന് ഉമ്മാന്റെ കോലത്തിൽ. ഉമ്മാന്റെ കോലത്തിൽ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് മരണമാസന്നമായി കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് ഇബ്ലീസുൽ ലഈൻ കടന്നു വരികയാണ്. വലതുഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യ, നിന്റെ വലതുഭാഗത്ത് വന്ന് ഇബ്ലീസ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഉപ്പാന്റെ കോലത്തിലാണ് ആ ഇബ്ലീസിന്റെ പ്രകൃതി, നമ്മുടെ ഉപ്പാന്റെ വേഷം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാനില്ലാത്ത മനുഷ്യൻ, നിസ്കാരമില്ലാത്ത മനുഷ്യർ, ദുനിയാവിനോടുള്ള പ്രേമവും ദുനിയാവിനോടുള്ള ആവേശവും ദുനിയാവിനോടുള്ള രസവും ആരൊരാളിൽ അധികമായോ അവരൊക്കെ സൂക്ഷിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, സൂക്ഷിക്കണം. വെറുതെയാണോ ഇത്? മരിക്കാൻ പോകുന്ന സമയം, മരണമാസന്നമാകുന്ന സമയം, ഉപ്പാന്റെ കോലത്തിൽ ഇബ്ലീസ് വന്ന് നിൽക്കുകയാണ്.
അവന്റെ ഉപ്പാന്റെ കോലത്തിൽ നിന്നുകൊണ്ട് ആ ഇബ്ലീസ് അവനോട് ചോദിക്കുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നി കുന്തു ലക മുഹിബ്ബാ വലക ശഫീഖാ, ഞാൻ നിനക്ക് ഉപ്പയായിരുന്നില്ലേ, ഞാൻ നിന്റെ സുഹൃത്ത് പോലെ, ഞാൻ നിന്റെ ഇഷ്ടനെ പോലെ, നിന്റെ ഓരോ ഇച്ഛകളെയും പരിപൂർണമായി നിറവേറ്റി തന്നവനല്ലേ ഞാൻ. മോനെ, നിന്റെ ഉപ്പയുടെ ആഗ്രഹമാണ്, നിന്റെ ഉപ്പയുടെ അഭിലാഷമാണ് യഹൂദി, ജൂതന്റെ മതത്തിൽ നീ മരിച്ചു പോകണമേ. വഹുവ ഖൈറുൽ അദിയാൻ, ഏറ്റവും നല്ല മതമാണ് മോനെ അത്. ഒരു ഉപ്പാന്റെ കോലത്തിൽ വന്ന് ഇബ്ലീസ് വന്ന് അവനെ പിഴപ്പിക്കുകയാണ്. ഇബ്ലീസ് വലത് ഭാഗത്ത് നിൽക്കുന്നു. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ഈമാനെങ്ങാനും അല്പം പതറിപ്പോയാൽ, വാപ്പ അല്ലേ ഈ പറയുന്നത്? ഒഴിച്ചോളി, സുഖമില്ലാത്തതുകൊണ്ട് ഇടക്കിടയ്ക്ക് കുടിച്ചോണ്ടിരിക്കണം. എങ്ങനെയെങ്കിലും വണ്ടി ഒന്ന് ഓടിച്ച് തീർക്കണം. അൽഹംദുലില്ലാഹ്, റെസ്റ്റില്ലാത്ത പ്രസംഗവും ഉറക്കമില്ലാത്ത പ്രഭാഷണമൊക്കെ ആകുമ്പോൾ പൊതുവെ ക്ഷീണമാണ്. ഈ ഉമ്മത്തിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു ദിവസം റെസ്റ്റ് തന്ന് ഞങ്ങൾ അങ്ങോട്ട് കാല് പിടിക്കുകയാണ്. മരിച്ചാലും കുഴപ്പമില്ല, മയ്യത്തൊന്ന് കൊണ്ട് മജ്ലിസിലൊന്ന് വെക്കണം ഉസ്താദെ. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും പൈസ ചെലവ് ചെയ്ത് വലിയ പരിപാടി സംഘടിപ്പിച്ചാണ്, ആളുകൾ ഞങ്ങളെ വിടൂല, അതുകൊണ്ട് ആ മയ്യത്ത് അവിടെ വന്നിരുന്നോട്ടെ ഒരു അരമണിക്കൂർ, എന്നിട്ട് കൊണ്ടുപോയിക്കോ എന്നാ പറയുന്നത്. അങ്ങനെയാ പറയുന്ന ആളുകൾ. ആക്സിഡന്റിൽ, ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ആക്സിഡന്റ് ആയിട്ട് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നു, വയനാട് വലിയ പരിപാടി, അവർ പറയാ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത ഉസ്താദ് വന്ന് ഇരുന്നാ മതിയെന്ന്. എവിടാ? പത്തനാപുരത്ത് ഫ്ലൈറ്റ്, അവിടുന്ന് വയനാട് വരെ ഫ്ലൈറ്റ് പ്രത്യേകം, ചെമ്മണ്ണൂറുകാരുടെ. അതുപോലും വിളിച്ചു ചോദിച്ചു. മനുഷ്യന്മാരൊരു ഉഴുതിർ പറഞ്ഞ അള്ള പോലും ഉതിർ കേൾക്കും, നമ്മുടെ ഉഴുതിർ അള്ള പോലും കേൾക്കും. ഈ ഉമ്മത്ത് കേൾക്കുന്നില്ല. പക്ഷെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവർക്ക് എന്താ വിശ്വാസമില്ല ഉസ്താദന്മാരോട്. അതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കാരണം അതാണ്. ഈ സംഘാടകർക്ക് നമ്മൾ സുഖമില്ല ബീവേ, സുഖമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഒരാളെ ഏർപ്പാടാക്കി തരാന്ന് പറഞ്ഞാൽ വിശ്വാസമില്ല. നിങ്ങളൊന്ന് വന്നൊന്ന് ഇരുന്നാൽ മതി. എന്നാ ഇരിക്കാന്ന് ഇവനെ പ്രസംഗിച്ചൂടെ? ഇപ്പൊ ഇരിക്കുന്ന തന്നെ സുഖമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു ആഫിയത്ത് തരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളം കുടിച്ച് അങ്ങനെയെങ്കിലും ഒന്നൊരു 10-10:30 വരെ, പോലീസൊക്കെ 10:30 ആകുമ്പോഴേ എത്തുമല്ലോ. ഇന്നലെ മലപ്പുറത്തൊക്കെ 10 മണിക്ക് പോലീസ് വണ്ടി അവരുടെ നമ്മുടെ മുന്നിൽ കിടന്നിട്ടാണ് വാത് പറയുന്നത്. 10 മണിയാകുമ്പോൾ ഒന്ന് ഊരും, 10 മണിയാകുമ്പോൾ ഊരും. ഇവിടെ പ്രശ്നമില്ലേ? ആണോ? ഇവിടെ SSLC പരീക്ഷ മാറ്റി വെച്ച് കാണാം. അത് വലിയ സംഭവം തന്നെ. പഠിച്ചോണറപ്പ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദ്വാരുന്നുണ്ടിരിക്കുക, പോലീസുകാർ പറഞ്ഞേന്ന് വരൂല, അല്ലയോ? വലിയ പാട് തന്നെ, ഭയങ്കര സ്വാധീനം തന്നെ. 10 മണിക്കൊക്കെ ഇന്നലെ ഊരി അപ്പോളെ പോലീസുകാർ, ഇല്ലെങ്കിൽ എനിക്കൊക്കെ എതിരെ കേസെടുക്കും. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ ഞാൻ പോയേക്കാൻ നിർത്തി, ഞാൻ ഊരി വെച്ചിട്ട്. പിന്നെ ദുആയൊക്കെ നമ്മൾ മൈക്ക് ഓഫാക്കി വെച്ചിട്ടുള്ള ദുആയാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ ഈ പാര വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ ചുമ്മാ ഇരിക്കാൻ പറ്റൂലല്ലോ. എന്നിട്ട് അവസാനം SI സോപ്പിട്ട് അഡ്ജസ്റ്റ് SI പറഞ്ഞ് പ്രസംഗിച്ചോളാം. ഉടനെ SI ഓർഡർ, IG സന്ധി ഇവിടെ ഉണ്ട്, വിളിച്ചു പറയുമെന്ന് പെട്ടെന്ന്. അപ്പൊ അയാൾ വന്നിട്ട് എൻ്റെ മക്കളെ എനിക്കൊരു രക്ഷയില്ല, IG വിളിച്ചാൽ ഒരു രക്ഷയില്ല, അതുകൊണ്ട് നിങ്ങൾ നിർത്തിയേക്കണോ. 10 മണി ക്ലോസ്. ഇപ്പൊ എറണാകുളത്തൊക്കെ ആകുമ്പോൾ പ്രശ്നമില്ല അല്ലേ? ഞാൻ വിചാരിച്ചു ഇവിടെ ഒക്കെ പ്രശ്നം ഉണ്ടാവുന്നു. അൽഹംദുലില്ലാ, പ്രശ്നം ഇല്ലാതെ പോട്ടെ, പോകുന്നവരെ പോട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു നല്ലത് പറയാൻ തൗഫീക്ക് തരട്ടെ. നമ്മുടെ കുട്ടികൾക്കൊക്കെ പരീക്ഷയിൽ നല്ല വിജയം അള്ളാഹു നൽകട്ടെ, നല്ല വിജയം നൽകട്ടെ. അൽഹംദുലില്ലാ. ഇന്നിപ്പോ വാദന്റെ പേരും പറഞ്ഞൊന്നും കുട്ടികളൊന്നും പഠിക്കാതിരിക്കുക. അവർക്ക് എവിടെ പഠിത്തം? പണ്ടൊക്കെയല്ലേ പഠിക്കുക, ഇപ്പൊ ആരാ പഠിക്കുക? ആര് പഠിക്കുക? പേപ്പർ ബുക്കിൽ നിന്ന് 2 പേപ്പർ പുസ്തകത്തിൽ നിന്ന് കീറി പോക്കറ്റ് വെച്ചോണ്ടാ പോണത്. എന്തെളുപ്പം പരീക്ഷ എഴുതാൻ, വളരെ റാഹത്തായിട്ട് എഴുതാൻ പറ്റും. പിന്നെ കോപ്പി അതന്നെ, പേപ്പർ കീറി വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവല്ലേ. അങ്ങനെ ഇങ്ങനെ നോക്കി അതൊക്കെ എവിടെയൊക്കെ വെക്കാൻ പറ്റും, ഏതൊക്കെ സ്ഥലത്താ വെക്കുക, നമ്മൾ പറയാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ അത് വെക്കുക. സാറന്മാർക്ക് അവിടെ വന്ന് പിടിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ വലിയ സംഭവങ്ങളാണ്. ഇന്ന് സാറന്മാർ വല്ലതും പിടിച്ചു കഴിഞ്ഞാൽ, സാറിന്റെ വീട് കാക്കനാടല്ലേ, ശരി, നാളെ അയാൾക്ക് ജീവിക്കേണ്ട, അതിലെ കൂടെ പോകണ്ടേ. ഇവനെങ്ങാണ് ഇവന്റെ വാപ്പാട്ട് ചിലപ്പോൾ ടിപ്പർ മോലാളിയായിരിക്കും, അതിലെ കൂടെ സൈഡിലെങ്ങാണ്ടും കൊണ്ട് ചോദിച്ചിട്ട് പോയാൽ സാറ് ഹർറ മൂസ സൈക്ക, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെയാണ് സംഭവം. അതുകൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റൂല. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പഠിത്തമൊന്നും കുട്ടികൾ വലിയ പഠിക്കാൻ വേണ്ടിയിട്ട് മൈക്കൊക്കെ ഓഫാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പഠിത്തമൊക്കെ കണക്ക് തന്നെയാണ്. അള്ളാഹു എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് നല്ല ബുദ്ധി നൽകട്ടെ ഇൻഷാ അല്ലാഹ്.
അൽഹംദുലില്ലാ, വിജയിപ്പിക്കട്ടെ അവർ പഠിക്കുന്ന പാഠങ്ങൾ അവർക്ക് എഴുതാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ. പരീക്ഷയിലൊക്കെ വിജയിക്കാനൊക്കെ ഒരു ദുആയുണ്ട്, പറഞ്ഞുതരാം. തുലൂസുകാരാണെങ്കിൽ പറഞ്ഞുതരാം. നമ്മുടെ കുട്ടികൾ എന്നെ ഇവിടെ ഇരുത്തൂല. അല്ലാഹുമ്മ ഖുർജ്നി മിൻ ദുലുമാതി തൗഹീദ് വഅക്രിംനി ബിനൂരിൽ ഫഹം വയസ്സിർ ലി ഉലൂമക ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ടും 11 പ്രാവശ്യം വീതം. സുബഹിക്ക് നല്ല ഉറങ്ങുന്ന ഈ പിള്ളമാരെ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സുബഹി നിസ്കാരം കഴിഞ്ഞ് 11 പ്രാവശ്യം സൂറത്തുൻ നശ്റഹ് ഓതണം. അലം നശ്റഹ് ലക സദ്റക. നല്ല പഠിക്കുന്നത് ഓർമ്മ നിൽക്കും, പഠിക്കുന്ന നല്ല ഓർമ്മ നിൽക്കും. അലം നശ്റഹ് 11 പ്രാവശ്യം സുബഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും. അതാരായാലും ഹാഫിളീങ്ങളായാലും സ്കൂളിൽ പഠിക്കുന്നവരായാലും 11 പ്രാവശ്യം വീതം അത് ഓതണം. അത് ഓതിയാൽ ഇൻഷാ അല്ലാഹ് പഠിക്കുന്ന വിഷയങ്ങളെല്ലാം നല്ല ഓർമ്മ നിൽക്കും. അല്ലാഹു നമ്മുടെ കുട്ടികൾക്ക് നല്ല ബുദ്ധി, നല്ല ഓർമ്മശക്തി നൽകട്ടെ. അപ്പോ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ, അവനെ പിഴപ്പിക്കാൻ വേണ്ടി പിശാച് വരുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ചവനെ, പിശാചിന്റെ പണി അതാണ്. വലതു ഭാഗത്തെ ഇബ്ലീസ് വന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, യാ ബുനയ്യ, മോനെ, ഇന്നി കുന്തു ലക മുഹിബ്ബാ വലക ശഫീഖാ. ഞാൻ നിന്നോട് എത്ര ദയ കാണിച്ചവനാണ്, ഞാൻ നിന്നോട് സ്നേഹിച്ചവനല്ലേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചവനല്ലേ, നിനക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ വാങ്ങിത്തന്നവനല്ലേ. മോനെ, നിന്റെ ഉപ്പയുടെ വാക്കാണ്. വലാകിൻ മുതഅലാ ദീനിൽ യഹൂദി. മോനെ, യഹൂദിയുടെ മതത്തിൽ നീ മരിക്കണേ മകനെ. വഹുവ ഖൈറുൽ അദിയാൻ. ഏറ്റവും നല്ല മതമതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ മതമതാണ്, ഏറ്റവും നല്ല ആദർശമതാണ്. ഈ ഉപ്പ പറയുന്നത് കേൾക്കുമ്പോ വഴിപിഴച്ചുപോയ മകനാണെങ്കിൽ, പിഴച്ചുപോയ മകനാണെങ്കിൽ, ഉപ്പയെ ദുനിയാവിൽ അനുസരിക്കാത്ത മകനാണെങ്കിൽ, ആ ഉപ്പയുടെ വാക്ക് കേട്ടിട്ട് ആ മകൻ പറയുമത്രേ, ഉപ്പ, ഞാനിതാ അവിടുത്തെ വാക്കിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ജൂതന്റെ മതത്തിൽ മരിച്ചു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിമിഷനേരം മതി, നിമിഷനേരം. എന്താ ഇത് മരിച്ചു പോകുന്നത്? ജൂതന്റെ സ്വഭാവം ഇവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കാണും. ജൂതന്മാരുടെ സംസ്കാരം മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുത്താൽ അവ മരിക്കുമ്പോഴും ആ സംസ്കാരത്തിൽ തന്നെയായിരിക്കും മരിക്കുക. ആ സംസ്കാരത്തിൽ തന്നെയാണ്. ജൂത നസ്രാണികളുടെ സംസ്കാരം നമുക്ക് വേണ്ട. അത് അവരുടെ സംസ്കാരമാണ്. ബർത്ത്ഡേ ആഘോഷം അവരുടെ സംസ്കാരമാണ്. കേക്ക് മുറിക്കൽ അവരുടെ സംസ്കാരമാണ്. അത് നമ്മുടെ സംസ്കാരമേ അല്ല. ആ സംസ്കാരം ഉടലെടുത്ത മുസ്ലിം ചെറുപ്പക്കാരാ, മുസ്ലിം സഹോദര, നീ ജനിച്ചതിന് ശേഷം 7ാമത്തെ ദിവസത്തിൽ നിന്റെ ഉപ്പ നിനക്ക് വേണ്ടി അഖീഖ അറുത്തിട്ടുണ്ടോ എന്ന് ഉപ്പയോട് നീ ഒന്ന് ചോദിച്ചു നോക്കണേ. ആൺകുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തവരല്ലേ? ആൺകുട്ടി കിട്ടിയപ്പോ 2 ആടിനെ അറുത്തു കൊടുക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുമ്പോ ആൺകുട്ടിക്ക് വേണ്ടി 2 ആടിനെ അറുത്തു കൊടുക്കാൻ കണക്ക് കൂട്ടി നോക്കുമ്പോ 1 കിലോ ആട്ടിറച്ചിക്ക് 500 രൂപ, ഒരാടിനെ വാങ്ങണമെങ്കിൽ 12,000 രൂപ, 15,000 രൂപ, 2 ആടിനെ അറുക്കണമെങ്കിൽ 30,000 രൂപ. അത് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. എളുപ്പമുള്ള വഴി എന്താണ്? 500 രൂപ കൊടുത്താൽ നല്ല ഒരു കേക്ക് കിട്ടും. ആ കേക്കിന്റെ മുകളിൽ മകന്റെ പേരെഴുതി വെക്കുകയാണ്. 2 സൈഡിലും ഉപ്പാന്റെ ഉമ്മാന്റെയും പേര്, നടുക്കൊരു കത്തി കൊണ്ടൊരു വെപ്പ്. വളർന്നു വരുന്ന മോനെ, ഈ ഉപ്പ കിടന്നുറങ്ങുമ്പോ ഉപ്പായുടെ നെഞ്ചത്തേക്ക് കത്തി കുത്തി ഇറക്കേണ്ടത് എങ്ങനെയാണെന്ന് ബർത്ത്ഡേയിലൂടെ ഇതാ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇസ്ലാമിക സംസ്കാരമല്ല, ഇസ്ലാമിക സംസ്കാരമല്ല, മുസ്ലിം സംസ്കാരമാണോ? മുസ്ലിം സംസ്കാരം അല്ലാതെ ആഘോഷം നമുക്ക് വേണ്ട. അത് ജൂതന്മാരുടെ ആയിരിക്കാം, നസ്രാണികളുടെ ആയിരിക്കാം. ആരൊരാൾ ആ ഒരു സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്നുവോ അവൻ ഭരിക്കാനായി കിടക്കുമ്പോ ഉപ്പാന്റെ കോലത്തിലതാ ആ പിശാച് വന്ന് നിന്നുകൊണ്ടവനോട് പറയുകയാണ്, ഏറ്റവും നല്ല മതം ജൂതന്റെ മതമാണ്, ജൂതന്റെ മതമാണ്. അതുകൊണ്ട് മകനെ, മുതഅലാ ദീനിൽ യഹൂദി, യഹൂദിയുടെ മതത്തിൽ നീ മരിക്കണേ, യഹൂദിയുടെ മതത്തിൽ നീ മരിക്കണേ എന്ന് പറയുമ്പോ അവനതാ ആ കോലത്തിൽ മരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ഈമാനിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് സമയത്താ മരിച്ചു പോകാന്നറിയില്ല. അല്ലാഹുവിനെ കാത്തുരക്ഷിച്ചു പിടിച്ചവനെ. ഇടതുഭാഗത്തോ ശൈത്താൻ നിൽക്കുകയാണ്. ആരുടെ കോലത്തിലാണ് നിൽക്കുന്നത്? ഉമ്മാന്റെ കോലത്തിലാണ്.
ഉമ്മാന്റെ കോലത്തിലാണ്. ആ ഉമ്മയുടെ കോലത്തിൽ വന്ന് ശൈത്താൻ ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അരികിൽ വന്ന് നിന്നുകൊണ്ട് വിലപിക്കുകയാണ്. യാ ബുനയ്യ മോനെ, യാ ബുനയ്യ പൊന്നുമോനെ, കാനബത്തിനീലകവിയാ, കാനബത്തിനീലകവിയാ, എന്റെ വയറ് നിനക്ക് പാത്രമായിരുന്നില്ലടാ മോനെ. 10 മാസക്കാലം ഈ ഉമ്മയല്ലേ നിന്നെ ചുമന്നുകൊണ്ട് നടന്നത്, ഈ ഉമ്മയുടെ വയറ്റിലല്ലേ നീ സുരക്ഷിതനായി കഴിഞ്ഞുകൂടിയത്. എന്റെ മാരണത്തിലൂടെയല്ലേ നീ വെള്ളം കുടിച്ചത്. നിന്റെ ചുണ്ട് വരണ്ടു പോകുമ്പോ, നിന്റെ തൊണ്ട ഉണങ്ങുമ്പോ, നിന്റെ വയറ്റിൽ വിശപ്പടിക്കുമ്പോ, നീ പൊട്ടിക്കറിയുമ്പോ ഈ ഉമ്മാന്റെ മാരണമെടുത്ത് നിന്റെ ചുണ്ടിലേക്ക് വെച്ച് തന്നില്ലേ. ഈ ഉമ്മാന്റെ മാറിടം നിനക്ക് വെള്ളമായിരുന്നില്ലേ, നിന്റെ പാനപാത്രമായിരുന്നില്ലേ, നിന്റെ ഭക്ഷണത്തിന്, നിന്റെ വിശപ്പിന് പരിഹാരമായിരുന്നില്ലേ. എന്റെ 2 തുടയും നിന്റെ തൊട്ടിലായിരുന്നില്ലേ, നിന്റെ തൊട്ടിലായിരുന്നില്ലേ മകനെ. ഉമ്മ വിളിച്ചു പറയുകയാണ്. യഥാർത്ഥ ഉമ്മയല്ല, യഥാർത്ഥ ഉമ്മയല്ല. ഉമ്മാന്റെ കോലത്തില് ശൈത്താനിതാ ഉമ്മാന്റെ കോലത്തിൽ വന്നിട്ട് ഈ മരിക്കാൻ കിടക്കുന്നവന്റെ ഇടത് ഭാഗത്ത് വന്ന് നിന്നുകൊണ്ട് വിലപിക്കുകയാണ്. യാ ബുനയ്യ പൊന്നുമോനെ. എത്ര വലിയ വിഷമത്തോടെയാണ് ആ മാതാവ് വിളിച്ചു പറയുന്നത്. മോനെ, മോനെ, ഈ വയറ് നിനക്ക് വേണ്ടിയായിരുന്നില്ലേ, നിന്റെ സംരക്ഷണ കേന്ദ്രമായിരുന്നില്ലേ. പെട്ടെന്ന് ദയ തോന്നിപ്പോകും, പെട്ടെന്ന് ദയ തോന്നിപ്പോകും. ശരിയല്ലേ? ഉമ്മ പറയുന്ന വാക്ക്, ഉമ്മ പറയുന്ന വാക്ക്, അല്ലാ എന്റെ വയറ്, ഈ ഉമ്മാന്റെ വയറിലല്ലേ ഞാൻ 10 മാസം കിടന്നത്. ആ ഉമ്മ വന്നിട്ട് മരിക്കാറായി കിടക്കുന്ന മനുഷ്യനോട് പറയാണ്, മോനെ ഈ വയറ്റിലാണടാ നിന്നെ ഞാൻ കൊണ്ടു നടന്നത്. എഴുന്നേക്കാൻ കഴിയാതെ, ഇരിക്കാൻ കഴിയാതെ ഞാൻ വേദന എടുത്തിട്ട് ഞാൻ നിന്നെ കൊണ്ടു നടന്നില്ലടാ. നിന്റെ ഉമ്മ അല്ലടാ, നീ എന്നെ ഒന്ന് നോക്കടാ മോനെ. നീ കരയുമ്പോ എന്റെ നിപ്പിളെടുത്ത് നിനക്ക് തന്ന നിന്നെ സന്തോഷിപ്പിക്കും. നീ കുടിക്കൂലേ? നീ അങ്ങനെ കുടിച്ചു ഉറങ്ങില്ലേ? നിന്റെ കരച്ചിലിന് അവസാനാവൂലേ? നീ സന്തോഷിച്ചിട്ടില്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ തൊട്ടിലും നിന്റെ തൊട്ടിൽ എവിടെയായിരുന്നു? എന്റെ 2 തുടയും നിന്റെ തൊട്ടിലായിരുന്നേ മകനെ. നീ അതിൽ കിടന്നുറങ്ങിയില്ലയോ? വാക്കാണ്, നിന്റെ ഉമ്മായുടെ ആഗ്രഹമാണ്. നിന്റെ ഉമ്മ പറയുകയാണ്, വലാക്കിൻ നസ്രാണിയുടെ മതത്തിൽ നീ മരിക്കണേ മകനെ. വഹുവ ഖൈറുൽ അദിയാൻ. ഏറ്റവും നല്ല മതം അതാണ് മോനെ, ഏറ്റവും നല്ല മതം അതാണ് മകനെ, അതാണ് മകനെ. അല്പമെങ്കിലും ഈമാൻ കുറഞ്ഞുപോയ മനുഷ്യനാണെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്പമെങ്കിലും ഈമാൻ കുറഞ്ഞവനാണെങ്കിൽ ആ ഉമ്മാന്റെ കോലത്തിൽ വന്ന് നിൽക്കുന്ന പിശാചിന്റെ വാക്ക് കേട്ടിട്ട് നസ്രാണിയുടെ മതത്തിൽ അവൻ മരിച്ചു പോകുമത്രേ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ഈമാനിനെ നീ കാത്തുരക്ഷിക്കണമേ അല്ലാഹുവേ. അതുകൊണ്ട് തന്നെയാണ് ഇസ്രാ മിഅ്റാജിൽ പരിശുദ്ധമായ മക്ക മുകറമയിൽ നിന്ന് മദീന പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര തിരിച്ചപ്പോ ജൂതന്റെ കോലത്തിലും നസ്രാണിയുടെ കോലത്തിലും 2 ഭാഗത്തു നിന്ന് കിഴവികളെ വിളിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ആ വിളിക്ക് ഉത്തരം നൽകരുതേ ഹബീബേ, ആ വിളിക്ക് ഉത്തരം നൽകരുതേ ഹബീബേ. അതാണ് എന്റെ കാരണം. ആ കോലത്തിൽ നമ്മൾ ജീവിക്കാൻ നിന്നാൽ, ജൂതന്റെ നസ്രാണിയുടെ കോലത്തിൽ നമ്മൾ ജീവിക്കാൻ നിന്നാൽ തീർച്ച അവസാനം അന്ത്യമോശമായിട്ട് റബ്ബ് കാത്തുരക്ഷിക്കട്ടെ, റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. എന്റെ സഹോദരിമാരെ, എന്റെ സഹോദരിമാരെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിൽ പോയപ്പോ ഏറ്റവും കൂടുതൽ നിങ്ങളെയാണ് കണ്ടത്. എവിടെയാണ് കണ്ടത്? സുഹലോലുബയുടെ മടിത്തട്ടിൽ കിടക്കുന്നതായിട്ടല്ല, സുഹലോലുബയുടെ മടിത്തട്ടിൽ വിശ്രമിക്കുന്നവരായിട്ടല്ല, സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കുന്നവരായിട്ടല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജിബ്രീൽ എന്നെ കൊണ്ടുപോയി നരകത്തിന്റെ സൈഡിൽ നിർത്തുകയാണ്. ആ നരകത്തിൽ നിന്നുകൊണ്ട് ഒന്നാമത് ഇവിടെ വേദന, ഇനി ഇതും കൂടെ വെച്ച സുഖിച്ച് പ്രസംഗിക്കാനോ.
വേണ്ട, ചാരി ഇരിക്കേ വേണ്ട. നിങ്ങൾ എന്നെ ചാരി ഇരിപ്പിക്കാതിരുന്നാൽ മതി. കുഴപ്പമൊന്നുമില്ല. എന്താ വിഷമമായിട്ട് തോന്നുന്നുണ്ടോ ആചാര്യങ്ങൾക്ക് പ്രസംഗം കേട്ടിട്ട്? ഈ വേദന കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, അതല്ലാതെ ഇവിടെ തലങ്ങളിൽ കണ്ടോ കണ്ടോ. അൽഹംദുലില്ലാ, ഇങ്ങനെയൊക്കെ അള്ളാഹു ആഫിയത്ത് തരുമല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പ്രസംഗിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു 10 വരെ പെട്ടെന്നാവാന്ന് ദ്വാരക്ക്, സമയം ഒന്ന് പെട്ടെന്ന് പോകാൻ ദ്വാരക്ക്. 10 ആയി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. എനിക്കിതൊക്കെ വെച്ച് തരുന്നതിനേക്കാൾ നല്ലത് ഈ ബക്കറ്റിലും കവറിലൊക്കെ ചെയ്ത് പൈസ ഇട്ട് കൊടുത്ത് സഹായിച്ചാൽ മതി. എനിക്കത് നിങ്ങളും ചിരിച്ചു കണ്ടാൽ മതി. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വളരെ വിഷമത്തിൽ എന്നെ വന്നപ്പോഴേ കണ്ടു, ഉസ്താദെ ഇന്നലെ നൗഷാദ് വാക്കവിയും വന്നില്ല, ഇന്നത്തെ ഒരൊറ്റ പ്രതീക്ഷയുള്ളു. എന്ത് ചെയ്യാനാണ്, നിങ്ങളെ കൊണ്ട് പിരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ സഹോദരിമാരൊക്കെ തരും ഇൻഷാ അല്ലാഹ്. തരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, കാരണം എല്ലാം പുറകോട്ടായിരിക്കുന്നത്. എന്തായാലും തരും. അള്ളാഹു തരുന്നവർക്ക് നല്ല കൂലി കൊടുക്കട്ടെ, തരാത്തവർക്ക് അതിനേക്കാളും കൂലി കൊടുക്കട്ടെ. അതല്ലേ നല്ലത്. അൽഹംദുലില്ലാ. തരുന്നില്ല എന്ന് കണ്ടിട്ട് അവർക്കെതിരെ ദ്വാരക്കാനൊന്നും പാടില്ലല്ലോ. നല്ല മനസ്സുള്ളവർ തരും ഇൻഷാ അള്ളാഹ്. അതിലൂടെ അവർക്ക് ഹൈറുകൾ ഉണ്ടാകും ഇൻഷാ അള്ളാഹ്. ഒരു പനി പിടിച്ച് തൊണ്ടവേദന എടുത്ത് ഡോക്ടർ വോയിസ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് എവിടെ എടുക്കാൻ, അത് ഗുളികയും പോക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അതാണ് ഈ അടച്ചടച്ച് പോകുന്നത്. റെസ്റ്റ് വേണ്ട, ഡേറ്റ് നേരത്തെ കൊടുത്താൽ ഞാൻ അറിഞ്ഞില്ലല്ലോ മാർച്ച് 3-ാം തീയതി പനി വരുമെന്ന്. എങ്കിലും ഞാൻ അവർക്ക് ഡേറ്റ് കൊടുക്കുമ്പോൾ പറയാറുണ്ട് 4-ാം തീയതി അല്ല, മാർച്ച് 3-ന് പനി ഉണ്ടാവും, അതുകൊണ്ട് 4-ാം തീയതി പറ്റൂല. അന്ന് നമുക്ക് പറയാമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു കറാമത്ത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. എപ്പോഴും അസുഖം എപ്പോഴാണ് വരുന്ന ആർക്കറിയാം. അതുകൊണ്ട് അത് പരിഗണിക്കണം. നിങ്ങളെ പോലുള്ളൊരു പരിഗണിക്കട്ടെ. ഉസ്താദ് സുഖമില്ല, ശരി ഇരിക്കട്ടെ, ആഫിയത്തും ആരോഗ്യം ഉണ്ടെങ്കിൽ നാളെയും അടുത്ത വർഷമൊക്കെ പ്രസംഗിച്ചൂടെ? തളർന്നു പോയാൽ പോയില്ലേ? സംഘാടകർ ഇന്നത്തെ ദിവസമേ കാണുള്ളൂ, നാളെ ഞാനും എൻ്റെ പെണ്ണും പിള്ളേ കാണുള്ളൂ. സുഖമില്ല കടന്ന് ആര് തിരിഞ്ഞു നോക്കാനാണ്? ആരും തിരിഞ്ഞു നോക്കാനില്ല. കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് വരുമ്പോൾ വണ്ടി ഇടിച്ചു. ഇന്നേ ഈ സെക്കൻഡ് വരെ ആ സംഘാടകർ വിളിച്ചു ചോദിച്ചിട്ടില്ല, ഉസ്താദെ വണ്ടി ഇടിച്ച് എന്തായെന്ന് ഇന്നേ വരെ വിളിച്ചു ചോദിച്ചിട്ടില്ല. കാരണം അവർക്ക് അവരുടെ കാര്യം നടന്നു, പൈസ കിട്ടി, വാളൊക്കെ നടന്നു, എല്ലാം റാഹത്തായി വലിയ സന്തോഷമായിട്ട് അവർ അടിച്ചു പൊളിച്ചിപ്പോഴും കഴിയാണ്. പക്ഷെ നമ്മുടെ കാര്യം ഇങ്ങനെ തന്നെ, ഇതങ്ങനെ തന്നെ എന്ന് പറയുന്ന പോലെ ഇവിടുന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ സംഭവം തീർന്നു. ഇനി അടുത്ത ചെങ്ങമ്മനാട്ടുകാർ 23-ാം തീയതി പരിപാടിക്കാർ വിളിച്ചുകൊണ്ടിരിക്കും. അടുത്ത ചെങ്ങമ്മനാട്ട് പരിപാടിയുണ്ട്, ഉസ്താദ് എപ്പോഴാണ് വരുന്ന അവർ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ, റബ്ബ് അവന്റെ ദീൻ പറയുന്നതിന്റെ പേരിൽ അവന്റെ ഒരു സഹായം ഇൻഷാ അല്ലാഹ് ഉണ്ടാകും എന്നുള്ള ആ ഒരു മഹത്തായ ആ ഒരു യഖീനിലാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും ദുആ ചെയ്യും ഞങ്ങൾക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുമാറാകട്ടെ, നമ്മളെല്ലാവരെയും അള്ളാഹ് സന്തോഷിപ്പിക്കട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. കൂടുതൽ നാള് ദീനിന്റെ കാര്യങ്ങൾ പറയാൻ, ആഫിയത്തോടെ പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആഫിയത്ത് ഒരു വലിയ വിഷയമാണ്, വലിയ വിഷയമാണ്. ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യു ദുആഇ അഫ്ളലു യാ റസൂലല്ലാഹ്, നബിയേ ദുആകളിൽ ശ്രേഷ്ഠമായ ദുആ ഏതാണ് നബിയേ? പ്രാർത്ഥനകളിൽ ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ് നബിയേ? ഒരു ചെറുപ്പക്കാരനായ സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് ചോദിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തആല പറയുകയാണ്, സലിൽ അഫ്വ വൽ അഫിയ, നീ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി, പാവങ്ങളിൽ നിന്നുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയും ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയും അല്ലാഹുവിനോട് നീ ചോദിക്കണേ. ആഫിയത്ത് ആരോഗ്യത്തിന് വേണ്ടി ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ആ ചെറുപ്പക്കാരനായ സഹാബിക്ക് വേണ്ടി മാത്രമല്ല. അല്ലാഹുവിന്റെ റസൂല് ആ സഹാബിയോട് പറയുകയാണ്, സലിൽ അഫ്വ വൽ അഫിയ, അഫ്വയും ആഫിയത്തിനും വേണ്ടി നീ ചോദിക്കണേ. സുമ്മ തൽഗദ്, പിറ്റേ ദിവസവും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ വന്നുകൊണ്ട് ഈ സഹാബി ഇതേ ചോദ്യം ഉന്നയിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യു ദുആഇ അഫ്ളലു യാ റസൂലല്ലാഹ്, ദുആകളിൽ ശ്രേഷ്ഠമായ ദുആ ഏതാണ് നബിയേ? നബിയുനാ റസൂലുള്ളാഹി തആല പറഞ്ഞു, സലിൽ അഫ്വ വൽ ആഫിയ, അഫ്വയും ആഫിയത്തും നീ അല്ലാഹുവിനോട് ചോദിക്കണമേ. ആരോഗ്യത്തിന് വേണ്ടി, ശരീര ആരോഗ്യത്തിന് വേണ്ടി, പാപങ്ങളുടെ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി റബ്ബിനോട് നീ ചോദിക്കണേ.
അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത്തെ ദിവസവും ആ സഹാബിയോട് പറഞ്ഞ മറുപടി അത് തന്നെയാണ്. മൂന്നാമത്തെ ദിവസവും കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ആ സഹാബി ചോദിക്കുകയാണ്, നബിയേ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണെന്ന് അറിയിച്ചു തന്നാലും. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ആഫിയത്താണ്, ആഫിയത്താണ്, ആഫിയത്താണ്. അല്ലാഹു നിനക്ക് ആരോഗ്യം നൽകിയാൽ, അല്ലാഹു നിനക്ക് ആഫിയത്ത് നൽകിയാൽ, നീ വിജയം വരിച്ചവനായി, നീ വിജയം വരിച്ചവനായി, നീ രക്ഷപ്പെട്ടവനായി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പോലും ദിവസം ചോദിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത. പടച്ചവനെ, ഞാൻ നിന്നോട് അഫ്വിനെ ചോദിക്കുകയാണ്, വിട്ടുവീഴ്ചയെ ചോദിക്കുകയാണ്, ആരോഗ്യത്തെ കുറിച്ച് ചോദിക്കുകയാണെന്ന് എല്ലാ ദിവസത്തെ ദുആയിലും അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുമെങ്കിൽ ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ചോദിക്കണമേ, ആരോഗ്യം നൽകണമേ അല്ലാഹുവേ, ആരോഗ്യം നൽകണമേ അല്ലാഹുവേ. ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് എപ്പോഴാ? നമ്മൾ ആരോഗ്യമുള്ളപ്പോ ചോദിക്കൂല, ഐസിയുയിൽ കിടക്കുമ്പോഴാ ചോദിക്കുക. ശരിയല്ലേ? ശരിയല്ലേ? ആരോഗ്യമുള്ളപ്പോ ആരെങ്കിലും എനിക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണേ ഉസ്താദ് എന്ന് ഒരാളും ചോദിക്കാറില്ല. അവിടെ മുഴയാവുമ്പോ, ഇവിടെ കാല് വയ്യാതാവുമ്പോ, അവിടെ നടുവേദനയാവുമ്പോ, വാൽവ് ബ്ലോക്ക് ആവുമ്പോ, മറ്റേടത്ത് പ്രശ്നമാവുമ്പോ, ഉസ്താദെ ഒന്ന് ദ്വാരക്കണേ ഉസ്താദെ, ഉസ്താദെ ഒന്ന് ദ്വാരക്കണേ ഉസ്താദെ, ആഫിയ. അവിടെയാണ് തെറ്റ്, അതാണ് പ്രശ്നം. ആഫിയത്തുള്ള സമയത്ത് നമ്മൾ ചിന്തിക്കാറില്ല, ചോദിക്കാറില്ല. എവിടെയെങ്കിലും ഒന്ന് തളർന്നുപോയാൽ ദ്വാരക്കണേ, 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 ഐസിയുയിൽ കിടന്നിട്ട് ദ്വാരക്കണേ, ദ്വാരക്കണേ. ഓ, പെണ്ണുമ്പിള്ളയുടെ ഒക്കെ വ്യഗ്രത. ഭർത്താവ് ഐസിയുയിൽ കിടക്കുമ്പോ, ഇത്ര നാൾ ആരോഗ്യത്തോട് നടക്കുമ്പോ BMW കൂടെ ഓടിച്ചോണ്ട് പോയപ്പോ അന്നേരം ഒന്നും ആഫിയത്തിന് വേണ്ടി ദ്വാരന്നിട്ടേ ഇല്ല, ചോദിച്ചിട്ടില്ല. ഈ ഭാഗത്ത് കിടന്നപ്പോ ഒരേ ഒരു വഴി, ഡോക്ടർമാര് തള്ളി, ഒരേ ഒരു വഴി, അതിന്റെ സദസ്സിലെ ദുആ. ഡോക്ടർ ബില്ല് 10,000, ദുആ ചെയ്യാൻ 100 രൂപ. അതുകൊണ്ടാണ് ദുആയും സ്വീകരിക്കാത്തത്. സംശയമില്ലല്ലോ. മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി ദുആ ഇറക്കാൻ 100 രൂപ. മരിച്ചുപോയ വാപ്പാക്കോട്ട് ദുആ ഇറക്കാൻ 100 രൂപ. ഈ വാപ്പ ഇവന് വേണ്ടി എത്ര സമ്പത്ത് ദുനിയാവിൽ ചെലവ് ചെയ്തിട്ടുണ്ട്. ആ മരിച്ചുപോയ വാപ്പാക്കൊണ്ട് 100 രൂപ, 100 രൂപ. എന്ത് കിട്ടും 100 രൂപയ്ക്കുന്ന്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. ഏറ്റവും വില കുറഞ്ഞ മത്സ്യമായിരുന്നു മത്തി. മത്തി അല്ലേ? മന്നക്കല മത്തി ഫഹുമിൻ ഉമ്മത്തി. മത്തി ഏറ്റവും വില കുറഞ്ഞ സാധനം. 140, 150, 160 രൂപ. 100 രൂപയ്ക്കില്ല സാധനം. ഇപ്പൊ 100 രൂപയ്ക്ക് എന്ത് കിട്ടും? വാപ്പാക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് 100 രൂപ. മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി 51 രൂപ. മരിച്ചുപോയ ഭർത്താവിന് ദ്വാരക്കാൻ 51 രൂപ. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് ദ്വാരന്നപ്പോ 85 രൂപ. 85 രൂപ. ഞാൻ ചോദിച്ചു, 100 രൂപ വീട്ടിൽ കൊണ്ട് 15 രൂപയ്ക്ക് സിപ്പ പഠിച്ചിട്ട് 85 രൂപയ്ക്ക് സദഖ ചെയ്തു കിട്ടിയത് 85 രൂപ. മനുഷ്യന്മാർ സദഖായിക്ക് നമ്മുടെ മനസ്സങ്ങോട്ട് വരുന്നില്ല, കൊടുക്കാൻ ഒരു മനസ്സങ്ങോട്ട് വരുന്നില്ല. അതാണ് ഇപ്പൊ പ്രശ്നം. എന്നാലോ ഈ സദഖ ചെയ്യാത്ത പാവത്തങ്ങൾ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ ബില്ലടിക്കുന്നു 60,000, 70,000 മിനിറ്റിന് വന്നുകൊണ്ടേയിരിക്കും. പണപണാന്നല്ലേ കൊടുക്കുക. കാരണം എന്താ? എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ വീട് പണയം വെക്കാൻ ഞാൻ തയ്യാറാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ രോഗം വരുന്നതിന് മുമ്പ് നിങ്ങൾ സദഖകൾ ചെയ്തുകൊണ്ട് രോഗം വരാതെ നിങ്ങൾ സൂക്ഷിക്കണേ. അതാണ് ആഫിയത്ത്. അതിന് നിങ്ങൾ സദഖ ചെയ്യണം. അതിന് ഞാനും നിങ്ങൾ ചെയ്യൂല. അതാണ് സ്വന്തം. ആരോഗ്യം ഉള്ള സമയത്ത് തന്നെ നമ്മൾ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം. അതാണ് വേണ്ടത്. അതുകൊണ്ടാണ് നബി തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞത്. എല്ലാ ദിവസവും നിങ്ങൾ ആഫിയത്തിനോട് ദുആ ചെയ്യണേ. ഈ ചെറുപ്പക്കാരനായ സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ദുആക്കളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ആഫിയത്ത്. മരിച്ചു കിടക്കുന്ന ഖബറാളികളുടെ അരികിൽ പോയി നാം നിന്നുകൊണ്ട് അവരോട് ദുആ ചെയ്യുന്നതും അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടിയും ഈ ഖബറാളികൾക്ക് വേണ്ടിയും ആഫിയത്ത് നൽകണമേ അല്ലാഹുവേ, ആഫിയത്ത് നൽകണമേ തമ്പുരാനേ. അപ്പോ നമ്മൾ ചിന്തിച്ചു പോകും, ഖബറാളികൾക്ക് എന്ത് ആഫിയത്താണ്, എന്ത് ആഫിയത്താണ്, എന്ത് ആരോഗ്യമാണ്. മരിച്ചുപോയ മനുഷ്യർക്ക് എന്ത് ആരോഗ്യമാണ്.
മരിച്ചവർക്ക് ഇനി ആഫിയത്തിനുള്ള ദുആ ഇറക്കേണ്ട കാര്യമല്ലോ. ആശുപത്രി കിടക്കുന്നവർക്ക് ആഫിയത്തിനുള്ള ദുആ ചെയ്താൽ പോരെ. മരിച്ചവർക്ക് എന്താ ആഫിയത്ത്, മരിച്ചവർക്ക് എന്താ ആഫിയത്ത്? പിന്നെന്തിനാ നബി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തത്? അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ അഫ്വാ വൽ ആഫിയ. അല്ലാഹുവേ, ഞങ്ങൾക്കും ആ ഖബറാളികൾക്കും നീ ആരോഗ്യം നൽകണമേ, ആഫിയത്ത് നൽകണമേ, അവരോട് വിട്ടുവീഴ്ച കാട്ടണമേ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ പറഞ്ഞതിന്റെ കാരണമെന്തേ? ഒരു മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അവനിൽ നിന്നെല്ലാവരും വിമുഖരായി മടങ്ങിപ്പോകുമ്പോ അവനിലേക്ക് അവന്റെ റൂഹനെ മടക്കപ്പെടുകയാണ്. പിന്നീട് അവൻ പഴയ കോലത്തിലായി. പിന്നെ കണ്ണ് കാണാം, മൂക്ക്, കാത്, കൈകാൽ ത്തിന്റെ അവയവങ്ങൾ എല്ലാം പഴയ കോലത്തിൽ അവനായി കഴിഞ്ഞു. പിന്നീടാണ് അവനും മലക്കുകളും തമ്മിലുള്ള സംഘട്ടനം. അവിടെയാണ് പ്രശ്നം. പിന്നീടാണ് ആഫിയത്ത്. ഇനിയാണ് അവൻ ആഫിയത്ത് കിട്ടേണ്ടത്. ഇടി കൊള്ളാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയാണ് അവൻ ആഫിയത്ത് കിട്ടേണ്ടത്. ആ ആഫിയത്തിന് വേണ്ടി 100 രൂപ കൊടുത്ത ആഫിയത്ത് കിട്ടൂല, 10,000 കൊടുത്താലും ആഫിയത്ത് കിട്ടൂല. ആരോഗ്യമുള്ള സമയത്ത് ആ ഖബറിന് വേണ്ടി നിങ്ങൾ ചെയ്തു വെക്കണം. ആരോഗ്യമുള്ള സമയത്ത് ഖബറിന് വേണ്ടി ചെയ്തു വെക്കാൻ കഴിഞ്ഞില്ലയോ? ആരോഗ്യമുള്ളവർ ദുനിയാവിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ ആ മരിച്ചുപോയവർക്ക് 10,000 സദഖകൾ ചെയ്തുകൊണ്ട് അവർക്ക് ആഫിയത്ത് വാങ്ങിക്കൊടുക്കണം. മരിച്ചുപോയ വാപ്പ ഉമ്മ ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയി, മക്കൾക്ക് ആഫിയത്തുണ്ടായി, ആരോഗ്യമുണ്ടായി, സാമ്പത്തികമായ കഴിവുണ്ടായി. മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഞാനൊരു ഹജ്ജ് ചെയ്യാൻ തയ്യാറാണ്. 4 ലക്ഷം രൂപ ഈ 2 ലക്ഷം വെച്ച് ഉപ്പാക്കും ഉമ്മാക്കും ചെലവാക്കാൻ ഈ മക്കൾ തയ്യാറായാൽ ആ വാപ്പാക്കും ഉമ്മാക്കും ഖബറിൽ ആഫിയത്തായി, ആഫിയത്തായി. ചെലവാക്കോ 4 ലക്ഷം കണക്ക് കൂട്ടും. മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും 4 ലക്ഷം. ആ 4 ലക്ഷം ഉണ്ടെങ്കിൽ ഇപ്പൊ ബിസിനസ്സിൽ ഇറക്കിയാൽ അടുത്ത വർഷം 9 ലക്ഷം രൂപ കിട്ടും. പിന്നെന്താ? വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഉസ്താദിന്റെ കയ്യിൽ ഒരു 100 രൂപ കൊടുത്ത് ദ്വാരപ്പിച്ച് ഒരു 250 രൂപ യാസീൻ ഓതുന്നതിന് ഇൻഷാ അല്ലാഹ് കൊടുത്ത് പരിപാടി 350 രൂപയിൽ കാര്യം ഒതുങ്ങി. വാപ്പാക്ക് ആഫിയത്ത് കിട്ടുമോ? ചെയ്യേണ്ട രീതി നമ്മൾ ചെയ്യണം. അൽഹംദുലില്ലാഹ് വാപ്പയോടുള്ള ഉത്തരവാദിത്തം. 50 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇവൻ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തത് വാപ്പ. ആ വാപ്പ മരിച്ചു പോയപ്പോ ഇവള് വാപ്പാക്ക് വേണ്ടി ചെയ്യുന്ന എത്ര? 51 രൂപ. 50 ലക്ഷത്തിന് 51 രൂപ. കാരണം എന്താ? ശരിയാ, 50 ലക്ഷത്തിന് നമ്മൾ പറയുന്ന വാക്കത്ര 50 രൂപ കൊടുത്തിട്ടാണ് ഞാൻ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒറിജിനൽ 50 തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഒറിജിനൽ 50 തന്നെയാണ് കൊടുക്കുന്നത്. മനസ്സിലാക്കണം, ഇതൊക്കെ ചിന്തിക്കണം. വെറുതെ പറയല്ല, ചിന്തിക്കണം. ഖബറിനകത്ത് ജീവനാണ്, മരണമില്ല. ഖബറിനകത്ത് ജീവനാണ്, മരണമില്ല. ഇന്നലെ ഒരു ഫേസ്ബുക്കിലൂടെ ഒരാൾ ഒരു പാമ്പിന്റെ ഫോട്ടോ അയച്ചു. പാമ്പിന്റെ ഒരു ഫോട്ടോ. പാമ്പിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞൊരു വല്ലാത്ത പാമ്പ്. എന്റെ പൊന്നായ തമ്പുരാനെ, 4 ടാങ്ക് വന്നിട്ടാണ് വെടിവെക്കുന്നത് അതിനെ കൊല്ലാൻ. മറ്റേ കെട്ടിടങ്ങളൊക്കെ വെടിവെച്ച് തകർത്തിടുന്ന ഭയങ്കരമായ പട്ടാളക്കാർ വന്നിട്ട് 4 ടാങ്കിൽ പടപടാന്ന് പറഞ്ഞ് വെടിവെക്കുന്നു. അത് ചാവുന്നില്ല സാധനം. ദൂരെ എന്നിട്ട് ഏതൊക്കെയോ നിലയിൽ ഏതെല്ലാം യുദ്ധ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് അതിനെ മുറിക്കാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. അവസാനം ഏതൊക്കെയോ രീതിയിൽ അതിനെ കെട്ടിവരിഞ്ഞ് ഒരു വലിയ ട്രക്കില്, നമ്മുടെ ഇവിടെ കണ്ടെയ്നർ വരുന്ന വലിയ ട്രക്കിൽ ആ പാമ്പിനെ കയറ്റിവെക്കുന്നു. ഉള്ളതോ കള്ളമോ എന്തായാലും ഇന്ന് നമ്മുടെ നേർക്കാഴ്ചയായിട്ട് നമ്മൾ കണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഇതേപോലുള്ള പാമ്പ് ഖബറിൽ വരുമെന്നാണ്. അപ്പൊ നമുക്കത് വിശ്വസിക്കുന്നത്. ഇപ്പൊ സംഭവം അത് കണ്ടാൽ അത് ആനിമേഷൻ ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, അത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അള്ളാഹു ദുനിയാവിൽ എത്രയോ അത്ഭുതങ്ങൾ കാണിക്കാൻ പോകുന്നു, എത്രയോ അത്ഭുതങ്ങൾ ദുനിയാവിൽ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ഇന്ന് ഈ പറയുന്ന പോലെ ഈ സാധനം നമ്മുടെ കൈ കിട്ടിയപ്പോ എത്ര അത്ഭുതങ്ങളാണ് നമ്മൾ കാണുന്നത്. എത്രയോ അത്ഭുതങ്ങൾ കാണാൻ കിടക്കുന്നു, എത്രയോ അത്ഭുതങ്ങൾ നമ്മൾ കാണാൻ കിടക്കുന്നു. എന്ത് നമുക്കറിയാം? ഒന്നും അറിയില്ല. ഈ പാമ്പിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നില്ലേ, ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا كذلك أتتك آياتنا فنسيتها
വകദാലികൽ യൗമ തൂസാ. പരിശുദ്ധ പ്രവാചകൻ സൂറത്ത് താഹയിലെ ഈ ആയത്ത് മദീന പള്ളിയുടെ മിമ്പറിന്റെ അരികിൽ വന്നിരുന്നു കൊണ്ട് ഓടിക്കൊടുക്കുകയാണ്. സഹാബാക്കൾ അരികിൽ ഒരുമിച്ച് കൂടിയിരിക്കെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഈ ആയത്ത് ഓതുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഏ സഹാബാ അതദറൂന ഫീമാ ഉൻസിലത് ഹാദിഹി, ഈ ആയത്ത് ഇറങ്ങിയതിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയുമോ സഹാബ? നിങ്ങൾക്കറിയുമോ സഹാബ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്. ഖാലൂ, ആ സഹാബാക്കൾ ഒന്നടങ്കം പറയുകയാണ്, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഇല്ല നബിയേ, ഞങ്ങൾക്കറിയില്ല നബിയേ, ഈ ആയത്തിറങ്ങിയതിന്റെ പശ്ചാത്തലം അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബാക്കൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജിബ്രീൽ ഈ ആയത്ത് ഓതിയതിന്റെ അർത്ഥം സഹാബത്തെ നിങ്ങൾ കേൾക്കണേ. വമൻ നറഅ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻകാ. ആരൊരാൾ അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, ആരൊരാൾ അല്ലാഹുവിനെ വഴിപ്പെടുന്നതിൽ നിന്ന് അവർ ഒഴിവായി പോയോ, അല്ലാഹുവിനെ അവർ മറന്നു പോയോ, ഫഇന്ന ലഹു മഈശതൻ വൻകാ, അവരുടെ ഖബറിന്റെ ജീവിതം നാം കുടുസാക്കി കളയും സഹാബാ. ഖബറിനെ ഞാൻ ഞെരുക്കിക്കളയും, ഖബറിനെ ഞാൻ ഞെരുക്കിക്കളയും. അള്ളാഹയെ മറന്നു പോകുന്നവന് ദുനിയാവിലല്ല, ദുനിയാവിൽ അള്ളാഹയെ മറക്കുന്നവന് അള്ളാഹ് ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കും, ഇഷ്ടം പോലെ കൊടുക്കും, ഇഷ്ടം പോലെ കൊടുക്കും, കോടിക്കണക്കിന് കൊടുക്കും. അള്ളാഹ് നോക്കൂല, പരിഗണിക്കൂല. കാരണം അള്ളാഹ് റഹ്മാൻ റഹീമാണ്. ഇഷ്ടം പോലെ തിന്നോ. പിന്നെ എവിടെയാ? ഫഇന്ന ലഹു മഈശതൻ വൻകാ, ആ ഖബറിനകത്ത് അവനെ ഞാൻ ഞെരുക്കിക്കളയും. മഈശത്തുൽ വൻക, ഞെരുക്കമായ ഇടുക്കമായ വീട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ഞെരുക്കമുള്ള ഖബറിലേക്ക് ഈ സഹാബത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാമ്പുകളെ നിയോഗിക്കുകയാണ്. സഹാബ, അതദറൂന മത്തിന്നീൻ, തിന്നീൻ എന്ന് പറയുന്ന പാമ്പിനെ നിങ്ങൾക്കറിയുമോ സഹാബ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുവും റസൂലും അല്ലാതെ മറ്റാരും അറിയില്ല നബിയേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യുസല്ലത്തുല്ലാഹു അലൈഹി 99 ഹയ്യാ, 99 പാമ്പുകളെ ആ ഖബറിലേക്ക് അല്ലാഹു നിയോഗിക്കുകയാണ്. ലികുല്ലി ഹയ്യത്തിൻ 9 റൂസ്, ഓരോ പാമ്പുകൾക്കും 9 തലകളാണ് സഹാബ. 9 തലകളുള്ള വലിയ പാമ്പുകളെ അതിന്റെ കഴുത്തിന്റെ വണ്ണത്തെക്കുറിച്ച്, അതിന്റെ വലിപ്പത്തെക്കുറിച്ച് നബിതങ്ങൾ പറയുകയാണ്, ഒട്ടകത്തിന്റെ കഴുത്തുകളെ പോലെ വണ്ണമേറിയതാണ് സഹാബ. 1 മാസത്തോളം വഴിദൂരമുള്ളതാണ് സഹാബ. കറുത്തയിലുണ്ടതാണ് സഹാബ. ആ ഇടുങ്ങിയ ഖബറിലേക്ക് അവരെ കൊത്തുവാൻ അല്ലാഹു നിയോഗിച്ച പാമ്പാണ് സഹാബ. ആ പാമ്പിനെ കുറിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു നമ്മെ അറിയിച്ചതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെയെങ്കിലുമാണ് ആ ഫേസ്ബുക്കിലൂടെ കാണുന്നെങ്കിൽ ഈ സൂറത്ത് താഹയുടെ ആയത്തൊന്ന് ശ്രദ്ധിച്ചോ, അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്കാണ്. വെറുതെയല്ല, കളിയല്ല, വെറുതെ കളിയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നവർ ഓർത്തോ, ഷെയർ ചെയ്തോ, ഓർത്തോ ഒറ്റയ്ക്ക് ആ പാമ്പ് വരുന്ന രംഗം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തായാൽ തന്നെയും ഞാനത് ഇന്നലെ കണ്ടിടം പോലെ, ഇന്നലെ അവിടുന്ന് വീട് വരെ വരുമ്പോൾ ഞാൻ വണ്ടിക്കകത്തിരുന്ന് ഫിക്ർ ചിന്തിച്ച് ഓരോ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞ് ഇവിടെ കൂടെ ഉള്ളവരോട് ഞാൻ നസീഹത്ത് ചെയ്യായിരുന്നു. പേടിച്ചു സംഭവം കാണുമ്പോൾ. കുറെ നാൾ നമ്മളൊരു ഫോട്ടോ കണ്ടായിരുന്നു, മദീനയില് ഒരു പാമ്പ് ഒരു ഖബറിൽ ചുറ്റുന്നത്. അതാരോ പറഞ്ഞു അതൊക്കെ ചുമ്മാ വെറുതെ പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഒരു 2-3 മാസത്തേക്ക് TV ഒക്കെ ഓഫാക്കി വെച്ചിട്ട് തലയിൽ തട്ടോട്ടിട്ട് ഭയങ്കര ഇബാദത്ത് ദിക്റും സ്വലാത്തും ഒക്കെ. അന്ന് നബിതങ്ങളുടെ ഖബറിലേക്ക് കോടിക്കണക്കിന് സലാത്ത് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ
ഇപ്പം മറന്നുപോയി. ഇതുപോലെ സംഭവങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത്. സംഭവം ഇനി ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇല്ലെങ്കിലും ഹദീസിന്റെയും ഖുർആന്റെ വീക്ഷണത്തിൽ ഇത് യാഥാർത്ഥ്യമാണ്. ഖബറിനകത്ത് വരും, യാതൊരു സംശയമില്ല. 99 പാമ്പ്, അല്ലാഹ് കാക്കട്ടെ, പടച്ചവൻ കാക്കട്ടെ. ഖബർ ഞെരുങ്ങിയതൊന്നും കണക്കാക്കണ്ട. അത് നമ്മുടെ മുന്നിൽ 6 അടി മണ്ണിന്റെ ഖബർ വെച്ചിട്ട് നിങ്ങൾ പൊയ്ക്കോ. അത് വലുതാക്കണമെങ്കിലും കുടുസാക്കണമെങ്കിലും പാമ്പ് കൊണ്ട് നിറക്കണമെങ്കിലും അത് അള്ളാന്റെ തർത്തീബാണ്. അത് അള്ളാന്റെ തർത്തീബാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് സംഭവം, അത് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ, അത് വിശ്വസിക്കാത്തവൻ മുനാഫിഖാണ്. ഈമാനിൽ അവന് സ്ഥാനമില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലെങ്കിലും ഒരു രാത്രിയെങ്കിലും ആ ഖബറിനെ കുറിച്ചൊന്ന് ഓർക്കണേ. എന്റെ പെങ്ങന്മാരെ, എന്റെ സഹോദരങ്ങളെ ഓർക്കണേ. അള്ളാഹുവിന്റെ റസൂൽ അതല്ലേ പറഞ്ഞത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് ഞാനൊരു പരിഹാരം പറഞ്ഞു തരട്ടെ. സൂറത്തുൽ മുൽക്ക് ഓതാൻ പറഞ്ഞത്, സൂറത്തുൽ മുൽക്ക് ഓതാൻ പറഞ്ഞത്, ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സൂറത്തുൽ മുൽക്ക് ഓതാൻ പറഞ്ഞത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇന്നി ലഅജിദു ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ ഞാനൊരു ആയത്ത് കാണുകയുണ്ടായി. ആയത്ത് കാണുകയുണ്ടായി. വഹിയ 30 ആയ, ഇന്നി ലഅജിദു ഫീ കിതാബില്ലാഹി സൂറ, പരിശുദ്ധമായ അള്ളാന്റെ ഗ്രന്ഥത്തിൽ ഞാനൊരു സൂക്തം കാണുകയുണ്ടായി, ഒരു അധ്യായം കാണുകയുണ്ടായി, ഒരു സൂറത്ത് കാണുകയുണ്ടായി. വഹിയ 30 ആയ, അത് 30 ആയത്തുകളാണ് സഹാബ, അത് 30 ആയത്തുകളാണ് സഹാബ. മൻ ഖറാഹ എന്തനോമിനി, ആരൊരാൾ ഉറങ്ങാൻ കിടക്കുമ്പോ ആ 30 ആയത്തുള്ള സൂറത്ത് ആരൊരാൾ പാരായണം ചെയ്യുന്നുവോ, റഫഅല്ലാഹു 30 ദറജ, അല്ലാഹു അവന് 30 ദറജാത്തുകൾ ഉയർത്തി കൊടുക്കുമത്രേ. വമഹാന്നു 30 സയ്യിഅ, അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തുപോയ 30 പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുമത്രേ. വബഅസല്ലാഹു ഇലൈഹി മലക്കൻ മിനൽ മലായിക, മാലാഖമാരിൽ നിന്ന് അല്ലാഹു ഒരു മലക്കിനെ അവനിലേക്ക് നിയോഗിക്കുകയാണ്. ലിയഹ്ഫളഹു മിൻ കുല്ലി സൂ, ആ മാലാഖമാരുടെ ചിറകുകൾ ഈ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് വിടർത്തുകയാണ്. ആ ചിറകിൽ കിടന്നവർ ഉറങ്ങുകയാണ്. ആ പാതിരാ സമയത്ത് വല്ല ആപത്തുകളോ വല്ല അത്യാഹിതങ്ങളോ സംഭവിച്ചാൽ ഈ മാലാഖമാർ അവരെ സംരക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 30 ആയത്തോതിയാൽ ഉണ്ടാകുന്ന ഗുണമാണ് 30 ആയത്ത്. പ്രഭാഷണം കേൾക്കുന്ന പ്രവാസികളെ, ഇസ്ലാമിക സ്പീച്ചിലൂടെ ഈ പ്രഭാഷണം നിങ്ങൾ വിദേശത്ത് നിന്ന് കേൾക്കുമ്പോ, ജോലി കഴിഞ്ഞ് രാത്രി 12 മണിക്ക് 2 മണി വരെ TV കാണാൻ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ. 29ാമത്തെ ജുസു ഒന്ന് തുറന്നിട്ട് അതിന്റെ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 29ാമത്തെ ജുസുവിലെ ആദ്യത്തെ സൂറത്ത്. പ്രവാസികളൊന്ന് മനസ്സിലാക്കട്ടെ, ഇസ്ലാമിക് സ്പീച്ചിലൂടെ ഈ ടിവിയിലൂടെ നിങ്ങൾ ഈ പ്രഭാഷണം കേൾക്കുന്നുവെങ്കിൽ ഈ പരിശുദ്ധമായ സൂറത്ത് ഓതിയിട്ട് രാത്രി ഉറങ്ങണേ. വിദേശത്ത് നിന്നല്ലേ ഇതേപോലുള്ള പാമ്പിന്റെ ഫോട്ടോകൾ നിങ്ങളല്ലേ കേരളത്തിലേക്ക് അയച്ചു കൊടുക്കുന്നത്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സൂറത്ത് ഓതി നരകത്തിന്റെ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് രക്ഷ നേടണേ. സഹാബാക്കൾ പറയുകയാണ്, ഞങ്ങൾ പോയിട്ട് ആ സൂറത്തൊന്ന് പരിശോധിച്ചു നോക്കി, ആ ഖുർആൻ ഒന്ന് പരിശോധിച്ചു നോക്കി. 30 ആയത്തടങ്ങിയത് സൂറത്ത് ഏതാണ്? വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 30 ആയത്തുകളടങ്ങിയ സൂറത്ത്. എന്റെ സഹോദരിമാരെ, ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത് ഓതിയിട്ട് കിടക്കണം. നാളെ നിസ്കാര വിഭാഗത്തൊക്കെ ഉള്ളവർക്ക് രക്ഷപ്പെടാം. നിസ്കാര വിഭാഗത്തൊന്നും ഇല്ലാതെ സൂറത്ത് മുൽക്ക് ഓതിയിട്ട് കിടന്നാല് ഒരു പാമ്പിന്റെ സ്ഥാനത്ത് 2 പാമ്പ് വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കളിയാക്കിയില്ല നീ.
നിസ്കാര വിഭാഗത്തും ഇല്ലാതെ. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് അതിന്റെ ഒരുപാട് വിഷയമുണ്ട്, ഒരുപാട്. വഹിയൽ മുജാദില, അത് തർക്കിക്കുന്ന സൂറത്താണ്. തുജാദിലു അൻ സാഹിബിഹി ഫി ഖബരിഹി, ഖബറിനകത്തുള്ളവനെ മലക്കുകളുടെ ശിക്ഷയിൽ നിന്ന് വാദപ്രതിവാദം നടത്തി രക്ഷപ്പെടുത്താൻ ഈ സൂറത്തിന് കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പാമ്പ് കാലിലൂടെ കയറി വരുമ്പോ കാലിന്റെ ഭാഗത്ത് സൂറത്തുൽ മുൽക്ക് നിൽക്കും, ഉടനെ പാമ്പ് തിരിച്ചു പോകും. തലയിലൂടെ കയറി വരുമ്പോ സൂറത്തുൽ മുൽക്ക് തലയുടെ ഭാഗത്തു നിന്ന് വിളിച്ചു പറയും, ഈ നാവിലൂടെ ഓതിയതാണ് ഈ സൂറത്ത്, അതുകൊണ്ട് ലൈസ അലൈക്കും അലാ മാ ഖിബലി സബീൽ, എന്റെ ഭാഗത്തുകൂടെ കയറി വരാൻ നിനക്ക് അവകാശമില്ല, മാറിപ്പോ. അങ്ങനെ തലയുടെ ഭാഗത്തു നിന്ന് അത് ഓടിപ്പോകും. നെഞ്ചിന്റെ ഭാഗത്തേക്ക് കയറി വരുമ്പോ പറയും, ഇല്ല, ഈ സൂറത്ത് മനപ്പാഠം ചെയ്തു വെച്ച ഹൃദയമാണ്, ഇതിലേക്ക് നിനക്ക് കടക്കാൻ അവകാശമില്ല, മാറിപ്പോ. അങ്ങനെ അവന്റെ നെഞ്ചിൽ നിന്ന് അത് ഇഴഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചാൻസ്, കിട്ടിയ ചാൻസ്, ഇത്ര വലിയ ചാൻസാണ്. ഇതിൽ കൂടുതൽ ചാൻസ് ഉണ്ടോ? ഒരു സൂറത്തുൽ മുൽക്ക് ഓതിയാൽ പാമ്പിൽ നിന്ന്, ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇനി വേറെ ആയത്തുകൾ ഹദീസുകളൊക്കെ പാമ്പിനെ കുറിച്ചുണ്ട്. നമുക്ക് വിശ്വാസം വേണം. വിശ്വാസമുള്ളവനാണ് ഈമാനുള്ളവൻ മുഅ്മിൻ. അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുന്നതിനകത്ത് അവൻ വിശ്വാസമില്ല, അവൻ കാപട്യത്തിന്റെ ഉടമയാണ്, കപട വിശ്വാസിയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവനെ നമുക്ക് വേണ്ട. ചെറിയൊരു ഓലപ്പാമ്പിനെ കാണുമ്പോൾ പേടിച്ചു പോകുന്ന നമ്മള്, ആ ഭയങ്കര സാധനം, എൻ്റെ അല്ലാഹ്, എൻ്റെ കണ്ണിന്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല സാധനം, ഇത്ര വലിയ പാമ്പ്. രാജവമ്പാല തന്നെ കണ്ടാൽ തന്നെ നമുക്ക് അറിഞ്ഞൂടെ വിഷം ചീറ്റുന്ന സാധനം എന്താപ്പാ അത്. സ്നേക് പാർക്കിലൊക്കെ ഒന്ന് പോ, എല്ലായിടക്കൊക്കെ ഒന്ന് പോയി കാണും. ഇജാസത്ത് ഞാൻ തന്നിരിക്കുകയാണ്, പോയി കാണും. അവിടെ ഇവിടെ പോകാൻ അതിനകത്തൊന്നും പോകില്ല. മറ്റേ ആടുന്നിടത്തും കുളിക്കുന്നിടത്തും കറങ്ങുന്നിടത്തും ഉണ്ടില്ലാത്തടത്തും ഇവിടെയൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ഭയങ്കര ആവേശമാണ്. സ്നേക് പാർക്കിൽ പോയ പാമ്പിനെ കണ്ട പേടിയല്ലേ? പേടിക്കണം, പേടിച്ചിട്ട് ഓർക്കണം, ഖബറിൽ നാളെ ഇതേപോലെ വരും സാധനം. ഇഴഞ്ഞ വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കത്തില്ലേ, അവിടെ ഇവിടെയൊക്കെ കയറി ഇങ്ങനെ ചുറ്റി ഇരിക്കുന്ന പോലെ നാളെ തലയിൽ വന്നിരിക്കും, മൂക്കിൽ വന്നിരിക്കും, കഴുത്തിൽ വന്നിരിക്കും. അല്ലാഹ് ഓർത്ത് രാത്രി കിടന്നോ പെങ്ങന്മാരെ? ഇന്ന് രാത്രി ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പേടിപ്പിക്കാൻ അല്ലാണ്ട് വേറെ വഴിയില്ല. പേടി പോയല്ലോ, ഇടയ്ക്കിടയ്ക്ക് പേടിക്കാനേ വാളു. ഇപ്പൊ ഓർക്കുന്നുണ്ട്, അവർ പറയുന്നത് മൊയ്ലിയാരെ വിളിച്ചോണ്ട് വരണ്ടായിരുന്നു എന്ന്. മിറാജിന്റെ സന്ദേശത്തിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പാമ്പുകളെ, തേളുകളെയൊക്കെ നിബിധങ്ങൾ കണ്ടതിന്റെ സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മിറാജിന്റെ സന്ദേശം അതൊക്കെ ഇൻഷാ അല്ലാഹ് നല്ല അതിന്റെ വഴിയാൻ വേണ്ട ഒരു നല്ല വിശാലമായിട്ട് പിന്നീട് അല്ലാഹ് തൗഫീഖ് അത പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് പോകട്ടെ. നിബിധങ്ങൾ പറഞ്ഞത്, എന്നെ നരകത്തിന്റെ പരിസരത്ത് കൊണ്ടുപോയി നിർത്തി. ഞാൻ നരകത്തിലേക്ക് നോക്കിയപ്പോൾ ഞാൻ അവിടെ കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. ലൈലത്തുൻ സുറിയ ബിൽ സമാ, ആകാശത്തിലേക്ക് എന്നെ കൊണ്ടുപോയപ്പോ, ഇസ്രായേലിന്റെ മേറാജിന്റെ രാവിലെ ഞാൻ ആകാശാരോഹണം നടത്തിയപ്പോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട കാഴ്ചയെ കുറിച്ച് ബഹുമാനപ്പെട്ട ജിബ്രീലിനോട് ചോദിക്കുകയാണ്. മറർതു ബിഖൗമിൻ, ഒരു സമുദായത്തിന്റെ അരികിലൂടെ, ഒരു സമൂഹത്തിന്റെ ഓരത്തിലൂടെ ഞാൻ പോവുകയാണ്. ലഹും അൽഫാറും മിൻ മുഹാസ്, ഒരുപാട് ചെമ്പുകളുള്ള മുഖങ്ങളാണ് അവർക്ക്. ഒരുപാട് മുഖങ്ങളുള്ള കുറെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അല്ലാഹുവിന്റെ റസൂല് കാണുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരെ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാഴ്ചയോടെ കാണുകയാണ്. ലഹും അൽഫാറും മിൻ മുഹാസ്, അവരുടെ മുഖങ്ങളെല്ലാം ഇരുമ്പുകളാലുള്ളതാണ്, ചെമ്പുകളാലുള്ളതാണ്. യഖ്മിസൂന വജൂഹഹും വസുദൂറഹും, അവരുടെ മുഖങ്ങളും അവരുടെ നെഞ്ചിന്റെ ഭാഗങ്ങളും സ്വന്തമായി സമേതയാ കീറി മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജിബ്രീലിനോട് ചോദിച്ചപ്പോ, ജിബ്രീലേ ഇതാരാണ് ജിബ്രീലേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, നിങ്ങളുടെ സമുദായത്തിലെ ആണുങ്ങളാണ് നബിയേ, പെണ്ണുങ്ങളാണ് നബിയേ, ഇവരുടെ ജോലി എന്തായിരുന്നു ജിബ്രീലേ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ പറയുകയാണ്, യഖൂലൂന ലുഹൂമന്നാസ്, ജനങ്ങളുടെ
ജനങ്ങളുടെ പച്ചമാംസം കൊത്തിയെടുത്തവരാ, ജനങ്ങളുടെ പച്ചമാംസം തിന്നവരാണ് നബിയേ. അവരുടെ മാംസം കൊത്തിയെടുക്കുക മാത്രമല്ല, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയവരാണ് നബിയേ. അവർക്കുള്ള ശിക്ഷയാണ് യാ റസൂലല്ലാഹ്. അനാവശ്യമായി ആരാന്റെ പച്ചയിറച്ചി കൊത്തി തിന്നുന്നവർ മിഅ്റാജ് അല്ലാഹുവിന്റെ റസൂല് കണ്ടതാണ്. അവരുടെ കൈകൾ, അവരുടെ നുഖങ്ങൾ ചെമ്പുകളാൽ, ഇരുമ്പുകളാലുള്ള നുഖങ്ങൾ കൊണ്ട് സ്വന്തമായി വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നു. മിഅ്റാജിൽ കണ്ട സമ്മാനം. ആരാന്റെ പന്നിയിറച്ചി തിന്നല്ലേ പോയിരുന്നിട്ട് വെറുതെ പള്ളിയിലായാലും ശരി, അയൽക്കൂട്ടത്തിലായാലും ശരി, തണലിലായാലും ശരി, വേറെ ഏതെല്ലാം ജോലിക്ക് പെണ്ണുങ്ങൾ ഇന്നത്തെ ഓരോരോ പരിപാടികളുടെ മജ്‌ലിസുകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് മജ്‌ലിസ്. ഈ മജ്‌ലിസിൽ എന്താ ജോലി? ആരാനെ കുറിച്ചുള്ള ചർച്ചയാണ്. നമ്മൾ പോലും അറിയില്ല. ഞാൻ 2 ആഴ്ച വാള് കഴിഞ്ഞിട്ട് കാസർഗോഡ് നിന്ന് നാട്ടിൽ വന്നപ്പോ നാട്ടിൽ മൊത്തം പാട്ട്. ഞാൻ കാസർഗോഡ് നിന്ന് പെണ്ണെട്ടി. മൊത്തം പാട്ട്, ഫുള്ള് പാട്ട്. ആരാ ചർച്ച ചെയ്യുന്നത്? എനിക്ക് ഒരു പരിചയമില്ലാത്ത പഞ്ചായത്തിനകത്ത്, മുനിസിപ്പാലിറ്റിയിൽ, മാർക്കറ്റിനകത്ത് പച്ചമുളക് വിൽക്കുന്ന പെണ്ണുങ്ങള്, ചേമ്പ്, ചീനി, മരച്ചീനി, ഇതൊക്കെ വിൽക്കുന്ന പെണ്ണുങ്ങള്, ഉണക്കമീൻ കച്ചവടം ചെയ്യുന്നവര്, പച്ചമീൻ കച്ചവടം ചെയ്യുന്നവര്, മൊത്തം ചർച്ച. എന്റെ വീട്ടിന്റെ പരിസരത്ത് മൊത്തം ചർച്ച. അയാളുടെ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. അയാളുടെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ സ്വന്തം ഭാര്യയും മക്കളെയും അവരുടെ ഇക്കാമാരെ വിളിച്ചുകൊണ്ടുപോയി. ഇതൊന്നും ഞാനോ എൻ്റെ ഭാര്യയോ എൻ്റെ വീട്ടുകാരോ അറിയാത്ത സംഭവങ്ങൾ. അതെല്ലാം കാരണം ഞാനിപ്പോൾ ഒരു യാത്ര ചെയ്താൽ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് കാസർഗോഡ് നിന്ന് ഇങ്ങനെ മലപ്പുറം ഇങ്ങനെ എന്നും യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വരിക, ആളവിടെ പോയി പെണ്ണെട്ടി. 3 പള്ളി കമ്മിറ്റിക്കാരടക്കം അത് സ്വീകരിച്ചു എന്നുള്ളതാണ് സംഭവം. ഞാനിവിടെ വന്നപ്പോഴത്തെ സംഭവം ഇങ്ങനെയൊക്കെ അറിയുന്നു. എല്ലാവരും എന്നെ വിളിച്ച് ചോദിക്കുന്നു, എൻ്റെ ഡ്രൈവറെ വിളിച്ച് ചോദിക്കുന്നു സംഭവം തെറ്റ്. ഡ്രൈവറോട് ഞാൻ പറയും, നീ പറയണ്ടേ അത് ശരിയാണെന്ന്. ഈ ഒരു ഫിത്തിന കഴിഞ്ഞാൽ നമുക്ക് റാത്തായിട്ടൊരു പെണ്ണ് കെട്ടാമല്ലോ, പിന്നെ ആരും ഫിത്തിന ഉണ്ടാക്കുമല്ലോ. മൊത്തത്തിൽ ഫ്ലാഷ്. ഞാനിതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് ബൈക്ക് എടുത്തിട്ട് മീൻ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലൊക്കെ പോയിട്ട് എല്ലാ മീൻ കച്ചവടക്കാരുടെ ഫ്രണ്ടിൽ പോയിട്ട് ഇതെന്ത് വില വാങ്ങാനല്ല, ചുമ്മാ ഇവൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് മറുപടി പറയാൻ എന്നോടൊരാൾ പോലും ഒന്നും ചോദിക്കുന്നില്ല, ഒരു മനുഷ്യൻ പോലും. കാരണം എൻ്റെ സ്വന്തം നാട്, എനിക്ക് പറയാൻ അവകാശമുണ്ട്. ഞാൻ ചില ആളോട് പറഞ്ഞു, ഷാളും തൊപ്പിയും വെച്ചാലേ ഉള്ളൂ മുസ്ലിയാര്, ഇതെടുത്തു കഴിഞ്ഞാൽ നിന്നേക്കാളും എംബോക്കിയാണ്, സൂക്ഷിച്ചു സംസാരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ മൊയ്ലിയാക്കന്മാരാന്ന് പറയുമ്പോൾ നമ്മുടെ തലമുണ്ടയിലോട്ട് കയറും, മിണ്ടൂലല്ലോ, അതിന്റെ ആവശ്യമില്ല. ഇങ്ങോട്ടടിച്ചാലും അതേപോലെ തന്നെ തിരിച്ചടിക്കാനും കഴിവ് നമുക്കുള്ള തന്നിട്ടുണ്ട്. പിന്നെ ക്ഷമ നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അനാവശ്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ ഓർക്കണേ, അത് മനസ്സിലാക്കണേ. അവരെ കുറിച്ചാണ് ഈ ഹദീസ്. അത് പറയാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞ നമ്മൾ പോലും അറിയാത്ത സംഭവങ്ങൾ ആളുകൾ പറഞ്ഞു പരത്തുന്നത് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്കിടയിലും ആരും ഒരാളെ കുറിച്ച് അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പരത്തിയാൽ സൂക്ഷിക്കണം. നാളെ നരകത്തിൽ പോയി കിടന്ന് ഇത് തന്നെയായിരിക്കും ജോലി. അല്ലാഹുവിന്റെ റസൂൽ കണ്ടതാ മിഅ്റാജിന്റെ സമ്മാനമാണ്. അവരുടെ മുഖവും അവരുടെ മേനിയും അവരുടെ നെഞ്ചെല്ലാം വലിച്ചു കീറിക്കൊണ്ടിരിക്കാം. യാ വൈലത്ത യാ വൈലത്ത യാ വൈലത്ത. യശികളൊക്കെ ചില സമയത്ത് ഇറങ്ങൂലേ പെണ്ണുങ്ങള്, നാഗവല്ലി ഒന്നെ നാം വിടമാട്ടെ, വിടമാട്ടെ. ഇതേപോലെ തന്നെ ആയിരിക്കും അവ നാളെ ഇങ്ങനെ കിടന്ന് ശരീരത്തെ കീറിമുറിക്കുക. നിമിതങ്ങളെ കണ്ടതാണ്. ആരുടെയും പച്ചമാംസം തിന്നാൻ നിൽക്കരുത്. പൊരുത്തം ചോദിച്ചു, വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും അന്നമൻസനാ വശരിബൽ ഖംറ ثم تاب الله عليه. ആരെങ്കിലും വ്യഭിചരിച്ചാൽ, ആരെങ്കിലും മദ്യപിച്ചാൽ, ثم تاب الله عليه, അവൻ പശ്ചാത്തപിച്ചാൽ അവന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുമത്രേ. വഇന്ന സാഹിബൽ ഹിബാ, ആരെങ്കിലും പരദൂഷണം പറഞ്ഞാൽ, ആരെങ്കിലും വേശ്യയെ പറഞ്ഞു പരത്തിയാൽ, ഇല്ലാത്തതെല്ലാം ആരെങ്കിലും അപരാധം പറഞ്ഞു പരത്തിയാൽ, ലാ യഗ്ഫിറുല്ലാഹു ലഹു ഹത്താ യഗ്ഫിറ ലഹു സാഹിബഹു കമാ ഖാല റസൂലുള്ളാഹി. ആരെ കുറിച്ചാണോ നീ ഫിത്ന പറഞ്ഞത്, ആരെ കുറിച്ചാണോ
നീ അപരാധം പറഞ്ഞത്? ആരെ കുറിച്ചാണോ നീ ഏഷണ പരത്തിയത്? അവർ പൊരുത്തപ്പെട്ടു കൊടുക്കാതെ അല്ലാഹു നിനക്ക് പുറത്തു തരികയില്ല എന്ന് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ കുറിച്ച് ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ക്ഷമിക്കും. എന്തേ കാരണം? നാളെ ആഖിറത്തിൽ ഇവന്റെ അമല് നമുക്ക് കിട്ടുമല്ലോ, അതുകൊണ്ട് ക്ഷമിക്കും. പക്ഷെ ക്ഷമിക്കാത്ത എന്താ? ഇവൻ നിസ്കാരം ഇല്ലാത്തവൻ, ഇവന്റെ അമല് അവിടെ പോയി എവിടെ വാങ്ങാനാ? അതുകൊണ്ട് ഇവിടെ വെച്ചെങ്കിൽ അഴുക്ക് പറയാ. നിസ്കാരം ഉള്ളവനാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം, നാളെ ആഖിറത്തിൽ പോയി വാങ്ങാം. ഈ ജീവിതത്തിൽ പള്ളി കണ്ടിട്ടില്ല, പള്ളിയുടെ മുന്നിൽ കൊണ്ട് അങ്ങോട്ട് തെളിവിട്ടാൽ ഹൈവേ റോഡിലൂടെ തിരിച്ചു വീടുള്ളൂ. ഇങ്ങനെയുള്ളവൻ നമ്മളെ കുറിച്ച് വെത്തിനേം ബസാദും പറഞ്ഞാൽ ഇവന്റെ എന്ത് പിടിച്ചു കുറച്ച് വാങ്ങിക്കാൻ? ആഖിറത്തിൽ പോയിട്ട് എന്ത് പിടിച്ചു കുറച്ച് വാങ്ങിക്കാനാ? ഒന്നുമില്ല വാങ്ങാൻ. അപ്പൊ ഇപ്പോഴെങ്കിലും രണ്ടടി കൊടുക്കാൻ പറ്റി, അതെങ്കിലും ആയല്ലോ. അല്ലാതെ എന്താ ചെയ്യാന്ന് പറയാ സംഭവം. അവിടെ ഫിത്നയും ഫസാദും ആരെ കുറിച്ച് പറയുന്നു? പൊരുത്തം വാങ്ങിയാല് എന്റെ പൊന്നു പെങ്ങന്മാരെ, നിങ്ങളുടെ ഹോൾസെയിൽ ബിസിനസ്സായത്. അത് നിങ്ങളൊന്ന് പൊരുത്തം ചോദിച്ചു. ഒരാളെ കുറിച്ചും പറയാൻ നിൽക്കണ്ട. ഒരാളെ കുറിച്ച് ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താ? നിബിധങ്ങൾ പറഞ്ഞു, ഫിത്ന എന്ന് പറഞ്ഞാൽ ഒരാളിൽ ഉള്ളത് പറയലാണ് ഫിത്ന, ഇല്ലാത്തത് പറയൽ അപരാധമാണ്. അപ്പം നിയമം മാറി. അപരാധം പറഞ്ഞാൽ നിയമം മാറി. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിയുനാ റസൂലുള്ളാഹി തആല സദസ്സിലിരിക്കുമ്പോ ഒരു നീളം കുറഞ്ഞ പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സംശയങ്ങൾ ചോദിച്ച് ആ സഹോദരി മടങ്ങിപ്പോകുമ്പോ ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയുകയാണ്, എത്ര നല്ല പെണ്ണ്, ലൗല അന്നബിഹ ഖസ്റ, അവൾക്ക് ഇച്ചിരി നീളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ല പെണ്ണ്, എത്ര നല്ല പെണ്ണാ പോയത്. നബിയെ, അവൾക്ക് കുറച്ചുകൂടെ നീളം ഉണ്ടായിരുന്നെങ്കിലോ? കുള്ളി 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 തന്നെ ഇവിടെ പറയാം, ചിലപ്പോ ചീത്തയായി പോകും കേട്ടോ. മലപ്പുറത്തോട്ടൊക്കെ വടക്കോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്റെ പൊന്നെ, ഞങ്ങൾ കുറെ അബദ്ധമൊക്കെ ആദ്യം പറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആ ഓരോ മഹലിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ചോദിക്കും, പ്രസിഡന്റ് ഇവിടുത്തെ ചീത്ത ഒന്ന് എഴുതി തരാൻ പറയും മൊത്തത്തില്. അത് എഴുതിഞ്ഞ് വാങ്ങും. അല്ലെങ്കിൽ നമ്മുടെ പിന്നെ എന്തെങ്കിലും നമ്മുടെ നാട്ടിലത്തെ മീനിന്റെ പേര് അവിടെ ചിലപ്പോൾ ചീത്ത തെറിയായിരിക്കും. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില ഓരോരോ വിഷയം. ഇപ്പൊ വെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുത്തന്നെ വെട്ടുക എന്നുള്ളതല്ല. വടകരയിലും കാണുമ്പോൾ വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെട്ടുപോമാര്. അത് വേറെ മോശം ഇതാണ്, രീതിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് വാക്കുകളുണ്ട്. അതുകൊണ്ട് ഓരോ വാക്കുകൾ സുഖം. കുള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടില് കള്ളനും കുള്ളനും എന്നൊക്കെ പറഞ്ഞാൽ നീളം കുറഞ്ഞത് അല്ലെ. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്ന് പറയുമല്ലോ ചില ആളുകൾ. അപ്പൊ നീളം കുറഞ്ഞവർക്ക് അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം. അപ്പൊ അവര് ആ ഒരു പെണ്ണാണ് നബി തങ്ങളുടെ ഹദ്റത്തിൽ വന്നിട്ട് തിരിച്ചു പോയത്. ആയിഷ ബീവി പറഞ്ഞു, ഓ നല്ല സുന്ദരി, പക്ഷെ അവർക്ക് കുറച്ച് നീളങ്ങൾ ഉണ്ടായിരുന്നെങ്കിലോ? അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, യാ ആയിഷ നീ അവളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു. ആയിഷ, നീ അവളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു. ഉടനെ ആയിഷ ബീവി പറഞ്ഞു, ഇല്ല നബിയേ, ഇല്ല നബിയേ, അവളിൽ ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത് ഹബീബേ, അവളിൽ ഉള്ളതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഗീബത്തല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ മറുപടി നൽകി, ഒരാളിൽ ഉള്ളത് പറയലാണ് ആയിഷ ഗീബത്ത്. ആയിഷ, ഇല്ലാത്തത് പറഞ്ഞാൽ ഫഖദ് ബഹത്തി, നീ അപരാധം പറഞ്ഞവളായി മാറും. ആയിഷ, ഉള്ളത് പറയലാണ് ഗീബത്ത്, ഇല്ലാത്തത് പറയൽ അപരാധമാണ്. ഒരു ഷാളിട്ട മുസ്ലിയാരാണ് പ്രസംഗിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഗീബത്താണ്, ഗീബത്താണ്. ഇതാണ് ഹുക്കമാക്കളും ഉലമാക്കളും പറയുന്ന തത്വം. ഒരാൾ കമീസിട്ട് പോകുന്നു, ഇവിടുത്തെ ഉസ്താദ് ആ കമീസിട്ട് പോകുന്നത്, അദ്ദേഹം കമീസിട്ട് പോകുന്ന കണ്ടോ, ഇത് ഗീബത്താണ്, ഇത് ഗീബത്താണ്. ഉലമാക്കൾ പറയുന്ന വാക്കതാണ്. അതെങ്ങനെ ഗീബത്താണ്? അയാളിൽ അത് ഉള്ളതല്ല ഞാൻ പറയുന്നത്, ഉള്ളത് പറയലാണ് ഗീബത്ത്, ഇല്ലാത്തത് പറഞ്ഞാൽ അപരാധം. അതുകൊണ്ട് എന്ത് വേണം? അബൂബക്കർ സിദ്ദീഖ് വായിൽ കല്ലെടുത്തിട്ടുകൊണ്ട് നടന്നു. എന്തിന്? ഒന്നും പറയണ്ട, ഖൈറും വേണ്ട ഷർറും വേണ്ട. അതാണ് എന്റെ കറക്റ്റ് പോയിന്റ്. ഒരു സഹാബി മരിച്ചു കിടക്കുമ്പോ ഒരു സഹാബി ആ മയ്യത്തിന്റെ പുറകിലേക്ക് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അബ്ശിറുൽ ജന്നത്തി യാ റസൂലല്ലാഹ്, ഇദ്ദേഹം സ്വർഗത്തിലല്ലേ, സ്വർഗത്തിലല്ലേ, സ്വർഗം കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിക്കോ നബിയേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു. ചില ആളുകൾ പറയാറുണ്ടല്ലോ, ആരെങ്കിലുമൊക്കെ ചിരിച്ചിങ്ങനെ മരിച്ചു കിടക്കുന്നതാണ്, ഓ അയാള് സ്വർഗത്തിലാടാ, അയാള് സ്വർഗത്തിലാടാ. നിനക്കെന്താ എഴുതി തന്നിട്ടുണ്ടോ അയാള് സ്വർഗത്തിലാന്ന് നിനക്ക് പറയാൻ? ചില ആളുകൾ ചിരിച്ച് മരിച്ചു കിടക്കുന്നതാണ് സ്വർഗത്തിലാന്ന്. ചിലപ്പം ഈ അദാബ് പിടിച്ചതിന്റെ വേദന കൊണ്ട് ഇങ്ങനെ അത് ചിരിക്കുന്നത് പോലെ ആയി പോകുന്നതായിരിക്കും, ആ വേദന കൊണ്ട് കിടക്കുന്നതായിരിക്കും, അത് മനസ്സിലാക്കുന്നില്ല മനുഷ്യൻ. അപ്പൊ ചിരിച്ചു കിടക്കുന്നവരൊക്കെ സ്വർഗത്തിലാണ്, ചിരിച്ച് ചിരിച്ച് കിടക്കുക. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദ്റത്തിൽ ആ സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ ഇദ്ദേഹം സ്വർഗത്തിലല്ലേ നബിയെ, സ്വർഗത്തിലല്ലേ നബിയെ? അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കെന്നറിയോ? അവലാ തദ്രീ, നീ അങ്ങനെ പറയരുത് കേട്ടോ, നീ അങ്ങനെ പറയരുത്. എന്തേ കാരണം? അവലാ തദ്രീ, നിനക്കറിയില്ല, ഫലഅല്ലഹു ഫീമാ യതകല്ലമു മാ ലാ യഅനി, അയാളുടെ നാവിൽ നിന്ന് അരുതാത്ത വല്ല വാക്കുകളും ജീവിതത്തിൽ വന്നുപോയേക്കാം. ആ വന്നുപോയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് പരിഹാരം ചോദിക്കാതെയാണ് മരിച്ചുപോയതെങ്കിൽ അദ്ദേഹത്തിന്റെ ആക്രിബത്ത് മോശമായിട്ടായിരിക്കും മരിക്കുക, അദ്ദേഹത്തിന് സ്വർഗം കിട്ടുകയില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ അവകാശമില്ല അയാള് സ്വർഗാവകാശിയാണ് എന്ന് പറയാൻ അവകാശമില്ല. സഹാബ, വേണമെങ്കിൽ അല്ലാഹുവിന് സ്വർഗം കൊടുക്കണമെന്ന് നിനക്ക് ദുആ ചെയ്യാം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. എന്താ നബി തങ്ങൾ പറഞ്ഞ പോയിന്റ്? അങ്ങനെ പറയരുത് എന്ന് പറയാനുള്ള പോയിന്റ് എന്താ? അവലാ തദ്രി, ഇന്നക ലാ തദ്രി, നിനക്കറിയില്ല, ഫലഅല്ലഹു ഫീമാ ലാ ഫലഅല്ലഹു യതകല്ലമു ഫീമാ ലാ യഅനി, ആവശ്യമില്ലാത്ത ചില വാക്കുകൾ സംസാരിച്ച വ്യക്തിയായിരിക്കാം ഈ മരിച്ചു കിടക്കുന്നത്, അയാളുടെ അന്ത്യം മോശമായിരിക്കും, അതുകൊണ്ട് അങ്ങനെ പറയരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ താക്കീത് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ അവന്റെ അന്ത്യം മോശം.